സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം രണ്ട് വാക്ക് സൂചിപ്പിക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്ടൊരു 4 നൂറ്റാണ്ട് അദ്ദേഹത്തോടൊപ്പം ആയുള്ള ഒരു ബന്ധമാണ് ഞാനും അദ്ദേഹവും തമ്മിൽ. ഇത് സ്വകാര്യമായി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹമായിട്ടുള്ള ബന്ധമുണ്ട്. അതായത് ആലുവയിൽ തിരുവാലിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം നടക്കുന്നതായ അവസരത്തിൽ ആ മഹാസത്രത്തിന് പ്രധാന ആചാര്യപദം അലങ്കരിച്ച മഹാത്മാവാണ് അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥൻ അദ്ദേഹമെന്ന് സൂചിപ്പിക്കുന്നു. അതിനുശേഷം എത്രയോ വേദികളിൽ അദ്ദേഹത്തെ ഇതുപോലെ വിളിച്ച് കയറ്റിയിരുത്തി പ്രഭാഷണത്തിനായി വിളിച്ച് കയറ്റിയിരുത്തുവാനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആവോളം ആസ്വദിക്കുവാനും കഴിയാൻ നമുക്ക് ഏവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്തിടെ തന്നെ മുടക്കുഴ ഭഗവാന്റെ തേവരുടെ സങ്കേതത്തിൽ നടന്ന ആ സത്രത്തിലും അദ്ദേഹം പ്രധാന ആചാര്യ പദം അലങ്കരിച്ച മഹാത്മാവാണ്. ഭാരതത്തിലുടനീളം ശ്രീമദ് ഭാഗവതാദി ഗ്രന്ഥങ്ങൾ, ഭാഗവതം മാത്രമല്ല മഹാഭാരതം. ഇപ്പോൾ ഇനി തിരുവൻപണ്ടൂരിൽ മെയ് മാസം 11 മുതൽ 18 വരെ പഞ്ചപാണ്ഡവീയ മഹാസത്രം, മഹാഭാരതമാണ്. ആ സത്രത്തിനും പ്രധാന ആചാര്യപദം മെയ് 11 മുതൽ 18 വരെ ഈ മഹാത്മാവാണ് ടി.ആർ. രാമനാഥൻ സാറാണ് ഇതിനും പ്രധാനാചാര്യപദം അലങ്കരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഭാഗവത അല്ലെങ്കിൽ ആ മഹാഭാരത യാത്രയാകുന്ന തീവണ്ടിയിൽ എത്രയോ ലളിതവും സരസവും, അല്പം കഠിനമാണ് എങ്കിൽ പോലും സരസമായെന്ന് പ്രതിപാദിച്ച് നമ്മളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് എത്രയോ ആളുകളെ അവാച്യമായി ഈ സമൂഹത്തിന് ഒട്ടേറെ ഗുണങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന പറച്ചിലിൻ്റെ പ്രവൃത്തിയിലാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് അടുത്തെറിഞ്ഞ ഒരു ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒറ്റ വാക്കിൽ അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥൻ അദ്ദേഹത്തെ ഈ ശബരിമല അയ്യപ്പസ്വാമിയുടെ പെരുമ്പാവൂർ ധർമ്മശാസ്താവിൻ്റെ സങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാമിയേ. ഓം ശതധാരമുത്സമക്ഷീയമാണം വിഭശ്ചിതം പിതരം വക്വാനാം മീളിൽ മദന്തം പിത്രോരുപസ്ഥേതം രോദസി വ്രതം സത്യവാചം പൊങ്കും ഗുരുഭ്യോ നമഃ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധോ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. പൊങ്കും ഗുരുഭ്യോ നമഃ. ഓം ഗണാനാം ത്വാം ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപമശ്രമസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണസ്പദ ആനശരണന്നോ ദിവിശ്രീതസാദനം നംഗം ഗണപതയേ നമഃ. ബാലരിവിദ്യുതിബിന്ദുകിരീടാം തുംഗകുജം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനീശിം നമി. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയപരകരാഢ്യാഭുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദിബാല നിത്യകല്യാണശീലാമീ. ജാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീത ഭദ്രകാളി നമസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായേ നമോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ നമോ. ഓം നമഃ ശിവായ ശിവായേ നമോ. ഓം നമഃ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ. ഓം നമോ നാരായണായ.
നാരായണായ. ഓം നമോ നാരായണായ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം. സനാതന സംസ്കാരം പലയിടത്തു നിന്നും ഇപ്പോൾ പല പല പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്ന, നിഷിച്ചും നിഷേധിച്ചും നിന്ദിച്ചും എല്ലാ തരത്തിലും മോശമാക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പെരുമ്പാവൂർ മഹാക്ഷേത്രത്തിൽ, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണത്തിന് വേദി ഒരുങ്ങുന്നത്. സനാതന സംസ്കാരം എന്തെന്നറിയാതെ, അതെങ്ങനെ സനാതനമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ശ്രമിക്കാതെ, സനാതനം എന്ന് പറയുന്ന ശാശ്വതമായ, അതായത് പദ്ധതികൾ പലതും ആവിഷ്കരിച്ചുകൊണ്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് അതിൻ്റെ ശാശ്വതമായിട്ടുള്ള സ്ഥിതിവിശേഷം മനസ്സിലാക്കിയ സംസ്കാരം എന്നുള്ള രീതിയിലാണ് സനാതന സംസ്കാരത്തെ നാം കാണേണ്ടത്. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അയിര് ഓർ അസംസ്കൃത പദാർത്ഥത്തെ തന്നെ സംസ്കരിച്ചെടുക്കുക. ഷോഡശ സംസ്കാരങ്ങളാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട വശം. ഷോഡശ സംസ്കാരം എന്ന് പറയുമ്പോൾ 16 കൂട്ടം സംസ്കാരങ്ങളാണ്. ഒരു മനുഷ്യൻ അമ്മയുടെ അല്ലെങ്കിൽ മാതൃഗർഭത്തിൽ ഇങ്ങനെ ബീജാവാപം ചെയ്യുന്ന ആ സമയം മുതൽ, ബീജാധാനം എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെ ക്രിയ, അത് മുതൽ ഇങ്ങനെ വളർന്നു വലുതായി പുറത്തേക്ക് ഇങ്ങനെ വന്നു അത്തരത്തിൽ വീണ്ടും വളർന്നു വലുതായി ഒരു മനുഷ്യൻ വേടി കഴിച്ച് വീണ്ടും തുടങ്ങുന്ന ഒരു സൈക്കിൾ 16 കൂട്ടം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് പൂർണ്ണതയെ കൈവരിക്കുന്നത്. ഇത് സനാതന നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഈ പറയുന്ന ഭാരതാംബയുടെ മാറിടത്തിൽ ജനിച്ചു വളർന്നു വന്ന സമൂഹങ്ങൾ വ്യത്യസ്ത ജാതികളിൽ പെട്ടുകൊണ്ട് ബ്രാഹ്മണ, വൈശ്യ, ക്ഷത്രിയ, ശൂദ്ര എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വൈവിധ്യമാർന്ന സമ്പ്രദായത്തിലേക്ക് പോന്നപ്പോൾ പലതും നമുക്ക് അന്യം നിന്നുപോയി. ഈ അന്യം നിന്ന അവസ്ഥ മാത്രമല്ല, നമ്മളെ എല്ലാവരും തന്നെ വശീകരിച്ചുകൊണ്ട് താഴേക്കിടയിലുള്ളവർ മേലേക്കിടയിലുള്ളവർ എന്നുള്ള മട്ടിൽ വർണ്ണവ്യത്യാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മൾ പലരും നമ്മുടെ സംസ്കാരത്തെ വിട്ട് മറ്റ് സംസ്കാരങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ തരത്തിലും പോരായ്മകളെല്ലാം തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചത് മുതലെടുത്തുകൊണ്ട് ഇടക്കാലത്ത് വിദേശീയ മിഷണറിമാരും അത്തരത്തിലുള്ളവരും എല്ലാം തന്നെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് സംസ്കാരം എന്ന് പറയുന്നത് വെറും ശവസംസ്കാരം പോലെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. ശവസംസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും അന്ത്യം ആയിരിക്കുന്ന അവസാനത്തെ ഒരു ഘട്ടമാണ്. ശരീരം ഉണ്ടാകുന്നത്, ഉടലെടുക്കുന്നത് ഗർഭപാത്രത്തിൽ, അതിന് കാരണമായിരിക്കുന്ന ബീജം, വിത്ത് പാകുന്നതോടുകൂടി തുടങ്ങിയാണ് സംസ്കാരം. ആ സംസ്കാരത്തിൽ വംശവനം എന്ന് പറയുന്ന കുടിയോണ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഷോഡശ സംസ്കാരത്തിൽപ്പെട്ടത് പുറത്തേക്ക് വരുമ്പോൾ ജാതകർമ്മവും അത് കഴിഞ്ഞ് ഈ പറയുന്ന രീതിയിൽ എന്തെല്ലാം സമയത്ത് ചോറൂണായാലും അല്ലെങ്കിൽ പേരിടലായാലും അതുപോലെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നാം വീണ്ടും വേളിയിലേക്ക് കടക്കുന്ന വിവാഹത്തിലേക്ക്. അപ്പോൾ എല്ലാ തരത്തിലും ഈ സംസ്കാരങ്ങൾ എന്തിനാ എന്ന് ചോദിച്ചാൽ അസംസ്കൃതമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുക. അസംസ്കൃതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്കാരമില്ലാത്തത്, അല്ലെങ്കിൽ നാം ആരായിരിക്കണമെന്ന് ബോധത്തിലേക്ക് വരാത്തത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ പേര് മനുഷ്യൻ എന്നാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനീഷ ഉള്ളവൻ എന്ന് കൂടിയാണ്. മനീഷ എന്ന് പറഞ്ഞാൽ നിത്യാനിത്യ വിവേകമാണ്.
ഇംഗ്ലീഷുകാരെ ഹോമോസാപ്പിയൻ, സുവോളജിക്കൽ നെയിം ഹോമോസാപ്പിയൻ എന്നിട്ട് വാസ്തവത്തിൽ മാൻ ദ വൈസ് എന്നുള്ള അർത്ഥത്തിലാണ്. മാൻ ദ വൈസ്. ഇതിനെ സംബന്ധിച്ച് ആൽഡസ് ഹക്സ്ലിയെ തന്റെ ലേഖനത്തിൽ ഈ ഹോമോസാപ്പിയൻ എന്നുള്ളത് ഹോമോസ്റ്റോൾട്ടോസ് എന്നൊരു പേര്, അതാണ് ഇന്ന് അർഹതപ്പെട്ട പേര് എന്നിങ്ങനെ പറയുകയുണ്ടായി. കാരണം വിഡ്ഢിയായ മനുഷ്യൻ എന്ന്. അപ്പോൾ നമ്മൾ ജനിച്ച കാലം മുതൽ വളർന്നു വരുന്നത് ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനായി തീരാൻ വേണ്ടി, നിത്യാനിത്യ വിവേകത്തിന്റെ ഉടമയാകാൻ വേണ്ടിയിട്ടാണ്. നിത്യമെന്ത്, സത്യമെന്ത്, അസത്യമെന്ത്, അനിത്യമെന്ത്. ആ നിത്യാനിത്യ വിവേകത്തെയാണ് വിവേകം എന്ന് പറയുന്നത്. വിവേകമാണ് മനീഷ. മനീഷ ഉള്ളവന്റെ പേരാണ് മനുഷ്യൻ. അപ്പോൾ നമ്മുടെ പ്രത്യേകത അങ്ങേയറ്റത്തെ സത്യത്തെയും മിഥ്യയെയും വേർതിരിച്ചറിയാൻ പറ്റുന്ന നല്ലൊരു വിചക്ഷണത, എന്തെന്നില്ലാത്ത ഒരു ബുദ്ധിശക്തിയും മനോധൈര്യവും സ്ഥൈര്യവും ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ സംസ്കാരക്രിയ. പൂർണ്ണനൂലിടുക എന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. അത് ബ്രഹ്മോപദേശമായിട്ട് മാറുകയും ബ്രഹ്മോപദേശത്തിലൂടെ ഗായത്രി ജപിച്ചുകൊണ്ട് അതിലൂടെ കടന്നു വരുന്ന കാര്യങ്ങൾ ഗ്രഹിച്ച സമാവർത്തനം, വേദാഭ്യാസം ഇത്യാദി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നാം വാസ്തവത്തിൽ യഥാർത്ഥ മനുഷ്യനാകുന്നത്. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, 10ാം തരത്തിൽ പഠിക്കുന്നവനേക്ക് യുക്തിവാദിയായിട്ട് നടന്ന എനിക്ക് അന്ന് ഞാൻ വായിച്ചു നോക്കിയിട്ടുള്ളത് മുഴുവൻ വി.ടി. ഭട്ടേരിപ്പാടും ഇടമറകും അല്ലെങ്കിൽ MC ജോസഫിനെ പോലുള്ള യുക്തിവാദികളുടെ ആ ലേഖനങ്ങളും അത്തരത്തിലുള്ള പുസ്തകങ്ങളുമാണ്. വി.ടി. ഭട്ടേരിപ്പാട് വാസ്തവത്തിൽ പറഞ്ഞത് ഈ മന്ത്രവും തന്ത്രവും അല്ലെങ്കിൽ ദൈവാധീനം ജഗൽ സർവം മന്ത്രാധീനം ദൈവതം തൻ മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോമമ ദൈവതം, ഏതൊരു വിഡ്ഢിയാണ് ഇത് എഴുതി വച്ചതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ച അദ്ദേഹത്തിൻ്റെ ലേഖനമാണ്. അതിലൂടെ എനിക്ക് മനഃപരിവർത്തനം വന്ന് മന്ത്രത്തിൽ യാതൊരർത്ഥവുമില്ല, ഈ കാട്ടിക്കൂട്ടുന്ന ബേക്കൂത്തുകളെല്ലാം തന്നെ അന്ധവിശ്വാസം ജടിലമാണോ എന്ന് തോന്നിയിട്ട് അതിന് നേരെ തിരിഞ്ഞു പ്രവർത്തിച്ചു പോകുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. മന്ത്രത്തെപ്പറ്റിയെല്ലാം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ തന്നെ 54 ലക്ഷം യോഗിനി എന്ന് തുടങ്ങുന്ന സ്വയംവരപാർവതിയുടെ മന്ത്രം ജപിച്ചിട്ട് സമയം പാഴാക്കിയതല്ലാതെ യാതൊരു ഗുണവും കിട്ടിയില്ല എന്ന്. ഇത് ഒരു കഥ. നമ്മൾ തന്നെ, എൻ്റെ തന്നെ വാസ്തവത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിച്ച ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണല്ലോ E.M. ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, ഞാൻ 7 കൊല്ലക്കാലം വേദം പഠിച്ച് സമയം പാഴാക്കിയെന്നാണ്. 7 കൊല്ലക്കാലം വേദം പഠിച്ച് കടവല്ലൂർ അന്വേഷണത്തിന് കടന്നിരിക്കാനുള്ള യോഗ്യത നേടിയ ഞാൻ ആ 7 കൊല്ലക്കാലം പാഴാക്കി എന്ന് പറഞ്ഞത് ഒരു നമ്പൂതിരി ശ്രേഷ്ഠൻ. നമ്മെപ്പോലുള്ള സാധാരണക്കാരെ അത് കേട്ട് സത്യമാണെന്ന് കരുതി അതിൻ്റെ പിന്നാലെ പോകും, തീർച്ചയായിട്ടും പോകും. അതാണ് സംഭവിച്ചത്. ഇതേപോലെ തന്നെ UC കോളേജിലെ ഒരു പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ്, ഇവരൊക്കെ തമ്മിൽ വളരെ അടുപ്പമായത് ചെറുപ്പകാലത്ത് അവരെ ഞാൻ ഇങ്ങനെ വളരെ ആരാധിച്ചു പോകുന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ് വേദങ്ങളെല്ലാം തന്നെ കല്ലും കെട്ടിയ അറബിക്കടലിൽ താഴ്ത്തണമെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ പല പല പ്രസ്താവനകൾ ആ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ അനുഷ്ഠിത നേതാക്കളായിട്ടുള്ളവർ പറഞ്ഞത് വാസ്തവത്തിൽ അതിനെ ദുരുപയോഗം ചെയ്ത പുരോഹിത വർഗത്തിൻ്റെ കൊളരായ്മ കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വൈകിപ്പോയി എന്ന് മാത്രം. ഇപ്പോഴും വാസ്തവത്തിൽ ക്ഷേത്രത്തെ ദുരുപയോഗം ചെയ്യുക, പൂജകളെ ദുരുപയോഗം ചെയ്യുക, അർച്ചനാദികളെ ദുരുപയോഗം ചെയ്യുക, ദക്ഷിണയെല്ലാം തന്നെ കൂട്ടിപ്പറഞ്ഞ് മനുഷ്യനെ ബുദ്ധിമുട്ടിലാക്കുക, പൂജാധികാര്യങ്ങൾ നിർവഹിച്ച കുടുംബമെല്ലാം തന്നെ കുളം തോണ്ടുക, അല്ലെങ്കിൽ പട്ടിണിയും പരിവട്ടവുമായതൊന്നും വകവയ്ക്കാതെ വീണ്ടും കടമെടുത്തുകൊണ്ട് വീണ്ടും കഷ്ടപ്പാടുകളൊന്നും വകവയ്ക്കാതെ ഇപ്പോൾ കിട്ടുമെന്നുള്ള രീതിയിലോടുക. ഈ അടുത്ത കാലത്ത് അരുണാചലിൽ നടന്ന ആ മരണത്തെപ്പറ്റി കണ്ടില്ലേ? അന്ധവിശ്വാസത്തിന്റെ പുറത്താണ്. അതിന്റെ പുറമേ ഇങ്ങനെ നട്ട് ഓടുന്ന ഈ അടുത്ത കാലത്ത് പത്തനംതിട്ടയിലും നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ വാസ്തവത്തിൽ വിഡ്ഢിത്തവും അതുപോലെ അന്ധവിശ്വാസവും നമ്മളെ കൂടുതൽ ആക്രമിക്കുന്ന ഒരു കാലഘട്ടം ഇന്നും വാസ്തവത്തിൽ സുലഭമാണ്. പക്ഷേ ഇതിനെയെല്ലാം തന്നെ വേണ്ട രീതിയിൽ വിചക്ഷണ ബുദ്ധിയോടുകൂടി, അതാണ് വാസ്തവത്തിൽ വിവേകം എന്ന് പറയുന്ന മനീഷ, അതോടുകൂടി കൈകാര്യം ചെയ്താൽ വാസ്തവത്തിൽ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാം. ആ വിഷയമാണ് വാസ്തവത്തിൽ ഞാൻ ഇന്ന് അയ്യപ്പൻ്റെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അടുത്ത കാലത്ത് നിങ്ങൾ കേട്ട് കാണും, ഹൈന്ദവരായിട്ടുള്ളവർ തന്നെ അയ്യപ്പൻ ജനിച്ചത് അയ്യയ്യേ വിഡ്ഢിത്തം, ഇത്രമാത്രം മോശകരമായിട്ടുള്ളൊരു പ്രവൃത്തി ലോകത്ത് എവിടെ കാണാൻ കഴിയും? വിഷ്ണു എന്ന് പറയുന്ന ഒരു പുരുഷൻ, ശിവൻ എന്ന് പറയുന്ന മറ്റൊരു പുരുഷൻ, അവർ തമ്മിൽ ചേർന്നിട്ട് അയ്യപ്പനുണ്ടായി അല്ലെങ്കിൽ മണികണ്ഠനുണ്ടായി. ഇത്രമാത്രം വൃത്തികെട്ട ഒരു ജനനം ആ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അടുത്ത കാലഘട്ടത്തിലും ഒരുപക്ഷെ നിങ്ങൾ ഈ ശബരിമലയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ അങ്കുരിക്കുമ്പോഴും പല പല ഹൈന്ദവന് തന്നെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടുക. ഹൈന്ദവരായിട്ടുള്ള കവികൾ വിഷ്ണു എന്ന് പറയുന്ന മിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കല്പമാണ് സമ്മതിച്ചു. ഇതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട്
എങ്ങനെയെല്ലാം തന്നെ ഹൈന്ദവ തത്വങ്ങളെയും അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെയും അവഹേളിക്കാമോ, അതിനുവേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും അയ്യപ്പന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ മണികണ്ഠനെന്നോ ധർമ്മശാസ്താവെന്നോ വ്യത്യസ്ത പേരുകൾ പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഈ പറയുന്ന പ്രഭാഷണ വേദിയിൽ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഞങ്ങൾ കുറെ കാര്യങ്ങൾ കേൾക്കുക. ഇവിടെ സ്പീക്കർ പറഞ്ഞ പോലെ മിത്താണ്, സമ്മതിച്ചു. അപ്പൊ ഇവിടെ മിത്തല്ലാതെ മറ്റു യാതൊന്നുമില്ല. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും, എക്സ് എന്ന് പറയുന്ന അജ്ഞാതമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലകൾ, അതിനുള്ള വാക്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചുകൊണ്ടല്ലേ ശാസ്ത്രം പോലും മുന്നോട്ട് പോവുക. അജ്ഞാതമായത് കാൾമാർക്സ് പറഞ്ഞത് സത്യമായിട്ട് കരുതിയ ഒരു കാലഘട്ടത്തിൽ ഇരുട്ടുമുറിയിൽ ഇല്ലാത്ത കരിമ്പൂച്ചയെ തേടുന്ന പോലെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഈശ്വരാന്വേഷണം എന്ന് പറയുന്നത് സത്യമായിട്ട് തോന്നിയത് വാസ്തവത്തിൽ ഇന്നും ഞാൻ പറയുകയാണ് സത്യമാണ്. ഇല്ലാത്ത പൂച്ചയെ, ഇല്ലാത്ത കരിമ്പൂച്ചയെ ഈ കൂനാങ്കോലിരിട്ടിൽ അങ്ങനെ തപ്പിത്തടഞ്ഞാൽ കിട്ടില്ല. അവിടെ വെളിച്ചം കൊണ്ട് ചെല്ലണം. ആ വെളിച്ചം എന്തായെന്ന് സനാതനധർമ്മം കാണിച്ചു തന്നു. ആ വെളിച്ചം മറ്റൊന്നല്ല, നീ തന്നെയാണ് ഈശ്വരൻ എന്നത് എല്ലായിടത്തോടുകൂടി പറയണമെങ്കിൽ അതിൻ്റെ ആ പാരമാർത്ഥികത, അല്ലയോ മനുഷ്യ തത്വമസി, അതല്ലേ എഴുതി വെച്ച് തന്നത്. ചിന്മയാനന്ദന്റെ കാലത്താണെങ്കിൽ കൂടി ശബരിമലയിൽ ഇങ്ങനെ വലിയ കനത്ത ഈ പ്രത്യേക ഒരു വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ച ആ തത്വമസി എന്ന് പറയുന്ന അർത്ഥവാക്യം, മഹാവാക്യം, അതിലൂടെ കടന്നു വരുന്ന നീ അതാണ്. അതിനേക്കാൾ കവിഞ്ഞ് എന്ത് പറയാനുണ്ട്? വിപ്ലവാത്മകമായിട്ട് കൂടുതൽ തീക്ഷ്ണമായിട്ടുള്ള ഒരു ഉപദേശം മറ്റേതാണുള്ളത്? അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണമെങ്കിൽ ആ തീക്ഷ്ണത എത്രമാത്രം അപാരമാണെന്ന് കൂടി ചിന്തിച്ചു നോക്കൂ. ഞാനാണ് ഈശ്വരൻ. അയ്യപ്പൻ ആരെയെന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവനാണ് ഹിന്ദു, അവനാണ് സനാതനധർമ്മി. അയ്യപ്പൻ ആരെയെന്ന് ചോദിച്ചാൽ ഉടനെ നെട്ടോട്ടം ഓടിക്കൊണ്ട് ശബരിമലയിൽ ചെന്ന് തലയിട്ട് തല്ലി ഒന്നും കാണാതെ തിരിച്ചു പോരുന്നവൻ ഹിന്ദു അല്ല എന്ന് ചുരുക്കം. അപ്പൊ എല്ലാ തരത്തിലും ഇരിക്കുന്ന ശ്രോതാക്കൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് പതുക്കെ പതുക്കെ നിങ്ങൾ ആരെ എന്ന് ചോദിച്ചാൽ രമണ മഹർഷിയിലേക്ക് അല്പം ഒന്ന് തിരിഞ്ഞു നോക്കുക. രമണ മഹർഷി തമിഴ്നാട്ടിൽ സേലത്തിനടുത്ത് അരുണാചലത്തില് അദ്ദേഹത്തിന്റെ സുന്ദരമായിട്ടുള്ള തപസ്സിന്റെ ഫലമായിട്ട് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നത് കോഹം 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 എന്ന് മാത്രമാണ്. ഞാൻ ആര്? അങ്ങനെ കോഹം എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ആ തപസ് സബര്യ അല്ലെങ്കിൽ സാധന അത് അദ്ദേഹം നീട്ടിക്കൊണ്ടുപോയിട്ട് അദ്ദേഹം നേടിയതെന്താ? കോഹം. ചോദിച്ചുകൊണ്ടേയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ദേഹം എന്ന് പറഞ്ഞുകൊണ്ടല്ല. കോഹം എന്ന് ചോദിച്ചിട്ട് ദേഹം എന്നിങ്ങനെ ഉറ്റുനോക്കിയിട്ട് അതല്ല. അപ്പോൾ ദേഹമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഹം. കോഹം എന്നുള്ളത് ദേഹമാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമല്ല എന്ന് കണ്ടിട്ട് നാഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉറപ്പിച്ചു തന്നത് സോഹം എന്ന് പറയുന്ന പദമാണ്. ശ്രദ്ധിക്കുക, ദേഹം, കോഹം, നാഹം, ദേഹം അല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സോഹം. ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ. ഈ അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചും അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മൂർത്തി രൂപങ്ങളെയും ഭേദങ്ങളെയും, മൂർത്തി എന്നുള്ളത് ഞാൻ സ്ട്രെസ് ചെയ്യാൻ കാരണം അത് കോൺക്രീറ്റ് ആണ്. ഈശ്വരൻ കോൺക്രീറ്റ് അല്ല. എന്നാൽ കോൺക്രീറ്റ് ആകുമോ എന്ന് ചോദിച്ചാൽ നമ്മളെ പോലെ അറ്റ് ടൈംസ് ഈ പറയുന്ന സ്ഥൂല ശരീരത്തെ എടുക്കാൻ വിരോധമില്ല. അങ്ങനെയാണ് അവതാര കഥകൾ വരുന്നത്. നമ്മളും സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ വർത്തിച്ച ആ ജീവൻ ഓരോ മനുഷ്യനും വാസ്തവത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ബിന്ദുവായിട്ട്, ഒരു കുത്തായിട്ട് കണ്ടതായിട്ടുള്ളത് വീണ്ടും പരിണമിച്ച് ഭ്രൂണമായപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറിയത് ഞാനാണോ എന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ നമ്മൾ സനാതനധർമ്മിയായി. ആരാണ് വാസ്തവത്തിൽ ശരീരത്തിലേക്ക് കയറിയത്? ഈ ശരീരം എങ്ങനെ ഉടലെടുത്തു? ഒരു കുത്തായിരുന്ന ഗർഭപാത്രത്തിൽ ആ കുത്ത് അതെങ്ങനെ പരിണമിച്ച് ശരീരമായിട്ട് മാറി? അതിനകത്തേക്ക് ആര് കയറി എന്ന് ചോദിച്ചാൽ ഞാൻ കയറി എന്ന് തന്നെ പറയണം. ശരീരം നിങ്ങളാണോ എന്ന് ചോദിച്ചാൽ ആത്മവിദ്യയിൽ ഈ സനാതനധർമ്മം പഠിപ്പിക്കുന്ന ദേഹോഹം എന്നുള്ള ബുദ്ധി, രാമായണം നിങ്ങൾ വായിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തുഞ്ചത്താരേരൻ പാടിത്തന്നത് ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവ് അവിദ്യയാകുന്നതും, വളരെ രസകരമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത് ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവ് അവിദ്യയാകുന്നതും, ദേഹമാണ് ഞാനെന്നുള്ള ചിന്ത അത് വാസ്തവത്തിൽ മായാജന്യമാണ്. അത് അവിദ്യ എന്ന് പറയുന്ന ആ ഭാവമാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ മായയാൽ ജനിക്കുന്ന സംസാരത്തിന്റെ ഈ പ്രകൃതിയുടെ പ്രത്യേകത. അപ്പോൾ ശരീരം ഞാനാണോ എന്നുള്ള ചിന്ത അരുതേ, ദേഹോഹം എന്നുള്ള ബുദ്ധി അരുത്. പിന്നെ ഞാനാര? ഞാൻ വാസ്തവത്തിൽ ആത്മാവ്. ആ പദവിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ അറിയേണ്ടത്. ഒന്നുകൂടി കടന്നു ചിന്തിച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നു കൊണ്ട് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. നാം നമ്മുടെ ശരീരം അല്ലല്ലോ. വളരെയേറെ വർഷങ്ങൾക്ക് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴാണ്
അപ്പൊ ഈ കാര്യത്തിൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് നാം നമ്മുടെ ശരീരമല്ലല്ലോ, നാം അറിവാകുന്നു. എന്നിട്ട് കൂട്ടിച്ചേർത്ത് നമുക്ക് ജാതിയില്ല എന്നാണ്. ആ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാം നമ്മുടെ ശരീരമല്ലല്ലോ, നാം അറിവാകുന്നു, നമുക്ക് ജാതിയില്ല. അതിൽ 3ാമത്തേത് മാത്രം എടുക്കും, നമുക്ക് ജാതിയില്ല. പ്ലേ കാർഡിൽ ഇങ്ങനെ എഴുതി വയ്ക്കും, അത് പിടിച്ചുകൊണ്ട് കിടക്കും. എന്നിട്ട് ത്രൂ ഔട്ട് ജാതി മാത്രം, ജാതിയില്ല എന്നുള്ള പ്രഹസനം. എന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ ജാതി മാത്രമേ ഉള്ളൂ. ജാതി ഇല്ലാതെയാകണമെങ്കിൽ എന്ത് വേണം? ഗുരുദേവൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, നാം നമ്മുടെ ശരീരമല്ലല്ലോ, നാം അറിവാകുന്നു എന്ന് വന്നാൽ പിന്നെ ജാതിയില്ല. അദ്ദേഹത്തിന്റെ ആത്മോപദേശത്തിൽ ഒരു ശ്ലോകത്തില് ആത്മാവാസ്യമിതം സർവം എന്നുള്ള എല്ലാ തരത്തിലും ശ്രേഷ്ഠമായിരിക്കുന്ന ഈശാവാസ്യവും ഉപനിഷത്തിൽ പറയുന്ന അതേ മന്ത്രം വേറെ രീതിയിൽ ഇദ്ദേഹം അവതരിപ്പിച്ചു. അവൻ ഇവൻ എന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ, അവൻ ഇവൻ എന്ന് അറിയുന്നത് ഒക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആദരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരയണം. 2ാമത്തെ പാദം എല്ലാവരും പ്ലേ കാർഡിൽ എഴുതി പിടിക്കും, എന്നിട്ട് ജാഥ നടത്തും. അവനവൻ ആത്മസുഖത്തിന് ആദരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരയണം. ഒരു ദുർവ്യാഖ്യാനവും കൊടുക്കും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് സുഖകരമായിട്ട് വരണമെന്നും പറഞ്ഞുകൊണ്ട് ജാഥ നടത്തുന്നവരെ ആദ്യം പറഞ്ഞത് അവൻ ഇവൻ എന്ന് അറിയുന്നത് ഒക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം, അത് പറയുകയില്ല, പഠിക്കുകയില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും തമ്മിൽ വ്യത്യാസം കണ്ടുപോയാൽ ആധ്യാത്മികതയില്ല. സനാതനധർമ്മത്തിന്റെ പ്രത്യേകത എല്ലാവരും ഒന്ന് എന്ന് കാണലാണ്. ഐക്യം സമ്പാദിക്കുക, അല്ലെങ്കിൽ യോഗം സമ്പാദിക്കുക, അല്ലെങ്കിൽ സമാനമാകുക, സമത്വമാകുക, സമമാകുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമേ സനാതനത്വമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് കൂട്ടി ചേർക്കുന്നത് എന്താണ് സനാതനത്വം? നമ്മൾ എല്ലാവരും ഒന്നായി കഴിഞ്ഞാൽ, എല്ലാവരും ഒന്നായെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ, യോഗാവസ്ഥയെ അത്തരത്തിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മനോഗതി അതാണ് ഈക്വാളിറ്റി. അല്ലാതെ തല്ലിക്കൊട്ടിയൊന്നും ഈക്വാളിറ്റി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയില്ല. നിയമങ്ങൾ വന്നിട്ടും നിയമപാലകരുണ്ടായിട്ടും അല്ലെങ്കിൽ അതെല്ലാം തന്നെ എൻഫോഴ്സ് ചെയ്യാമെന്നുള്ള അധികാരികൾ ഇങ്ങനെ വ്യാമോഹിക്കുമ്പോഴും ഇവിടെ ഒന്നും ഈക്വാളിറ്റി ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ രീതിയിൽ ദേഹോഹം എന്നുള്ള ബുദ്ധി പോകണം. നാം നമ്മുടെ ശരീരമല്ലല്ലോ എന്നുള്ള ചിന്ത വരണം. എന്നിട്ട് നാം അറിവാകുന്നു അല്ലെങ്കിൽ ബോധമാകുന്നു എന്നുള്ള ചിന്താഗതി വന്നിട്ട് ജാതിഭേദം മതദ്വേഷമൊന്നും ഇല്ലാതെ എല്ലാവരും സ്വതന്ത്രത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നുള്ള രീതിയിലേക്കാകുമ്പോൾ സമത്വസുന്ദരമായിരിക്കുന്ന ലോകത്തെ വാർത്തെടുക്കാം. അല്ലെങ്കിൽ സാധ്യമല്ല, വെറുതെ പ്രസംഗിക്കാമെന്ന് മാത്രം. അപ്പൊ അതിനടിസ്ഥാനമായിട്ട് ആധ്യാത്മികത മാത്രമേ ഉള്ളൂ. ആധ്യാത്മികത കൊണ്ട് ശരീരമല്ല ഞാനെന്നും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആത്മസ്വരൂപമാണ് ഞാനെന്നും അങ്ങനെ ആത്മസ്വരൂപന്മാരാണ് എല്ലാവരെന്നും അതുകൊണ്ട് എല്ലാവരും ഒന്നാണെന്നുമുള്ള ബോധം അത് വരുമ്പോൾ മാത്രമേ സമത്വമുള്ളൂ, സാഹോദര്യമുള്ളൂ, സമതുലിതമായിരിക്കുന്ന അവസ്ഥയുള്ളൂ. അപ്പോഴേ നേട്ടം കൈവരിക്കാൻ കഴിയൂ. അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് എഴുതി വെച്ചാലും എന്തെല്ലാം സംഗതികൾ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ പ്രയോഗിച്ചു നോക്കിയാലും അതൊന്നും ആകാൻ പോകുന്നില്ല. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം കോഹം. ഞാൻ ആരെയും ഇങ്ങനെ ചോദിക്കുന്ന രമണ മഹർഷി ശരീരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ശരീരമല്ല എന്ന് കണ്ടുകൊണ്ട് ശരീരത്തെ സ്വീകരിച്ചത് ഞാനാണെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു ശരീരം ഇങ്ങനെ ഉടലെടുത്ത അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. ആ ശരീരം എംബ്രിയോ എന്നുള്ള മട്ടിലായിട്ട് അതിൽ നിന്നിങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീണ് അതൊരു ഫ്ലൂയിഡായിട്ട് ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ ജലത്തിലല്ലേ പിന്നെ വളർച്ച മുഴുവൻ. പല പല വേഷങ്ങൾ കെട്ടി ടാഡ്പോളായിട്ടും അല്ലെങ്കിൽ ഈ ഗിൽസെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചികളപ്പൂക്കളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ശ്വസിക്കുന്ന മത്സ്യത്തിന്റെ രൂപത്തിലൊക്കെയായി അത്തരത്തിൽ വളർന്നു വന്ന ഇയാളിലേക്ക് ഞാൻ കയറിയതെന്ന അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന അതിനു മുമ്പില്ലേ, ഇതാണ് സനാതനത്തിന്റെ ചിന്താഗതി. അപ്പൊ സനാതന മാർഗത്തിന്റെ ചിന്താഗതിയിൽ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണത്തെ കണ്ട് അതിനകത്തേക്ക് പ്രവേശിച്ച് ജീവൻ കൊടുത്ത് പുറത്തേക്ക് ഇങ്ങനെ കാലൊക്കെ എടുത്ത് തലയെടുത്താ വന്നത് കാലല്ല എങ്കിൽ തന്നെ അങ്ങനെ പുറത്തേക്ക് പ്രസവിച്ചു പോരുന്നതിന് മുമ്പ് ഞാനില്ലേ, അതിനു മുമ്പ് എപ്പോഴും ഞാനില്ലേ. നമ്മുടെ ചിന്താഗതി ഞാനെന്ന് പറയുന്നത് ഈ ശരീരമല്ലാത്തിടത്തോളം കാലം ഞാൻ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്, അന്നും ഇന്നും എന്നും. മറന്നുപോകുമോ? ഭാഗവത്തില് അഹം ഏവാസമേവാഗ്രേ നാന്യത്തെ സദസത്വരം പശ്ചാത്തഹം ഗതേതച്ചായോ അവശിഷ്യേത സോസ്മ്യഹം. ചതുശ്ലോകിയിലെ ആദ്യത്തെ ശ്ലോകമാണ്. അതിൽ ഭഗവാൻ പറയുന്നത് അന്നേ ഞാനുണ്ട്, ഇന്നും ഞാനുണ്ട്, നാളെ ഞാനുണ്ടാവും. പ്രളയം വന്നാലും ശേഷിക്കുന്ന ആരാ? ഞാൻ മാത്രമാണ്. ഈ ഞാൻ എന്ന് പറയുന്ന ആരെയെന്ന് ചിന്തിക്കുമ്പോഴാണ് തത്വമസി എന്ന് പറയുന്ന മഹാവാക്യം നമ്മൾ അപഗ്രഹിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഞാൻ അതാണെങ്കിൽ പിന്നെ ഞാൻ തന്നെയാണല്ല. ഞാൻ ആകുമ്പോൾ പുസ്തകത്തിൽ ഈ ഭഗവാൻ പറയുന്ന പോലെ അന്നും ഞാനുണ്ട്,
ഞാനില്ലാത്തൊരു സന്ദർഭം ഒരിക്കലുമില്ല. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ആത്മസ്വരൂപമാകുമ്പോഴോ എനിക്ക് മരണവുമില്ല. ഇത്രയും നിങ്ങൾ ഉറപ്പിച്ചോവോ? ബോധം എന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ച രമണ മഹർഷിക്ക് ശരീരമല്ല ഞാനെന്നുള്ള ബോധം അങ്ങനെ തെളിഞ്ഞു വന്നിട്ട് ഞാനെന്ന് പറയുന്നത് സോഹം എന്നുള്ള പദവിയിലേക്ക് എത്തി. സോഹത്തെപ്പറ്റി അല്പം ചിന്തിച്ചിട്ട് നമുക്ക് അയ്യപ്പനിലേക്ക് കടക്കാം. സോഹം എന്ന് പറയുന്നതിൽ രണ്ടക്ഷരങ്ങൾ, പ്രധാനപ്പെട്ടത് വ്യഞ്ജനാക്ഷരങ്ങൾ സായും ഹായുമാണ്. സോഹം, സ, ഹ. ഈ സ, ഹ എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ കൺസോണൻസ്. നമ്മുടെ സംസ്കാരത്തിന്റെ അക്ഷരങ്ങളെ പറ്റിയുള്ള പഠനത്തിൽ വ്യഞ്ജനാക്ഷരങ്ങളെ ശിവാക്ഷരങ്ങളെന്നോ ശവാക്ഷരങ്ങളെന്നോ പറയാം. വ്യഞ്ജനാക്ഷരങ്ങൾ എന്താ? ശവാക്ഷരങ്ങൾ, മൃതം, ചത്തത്. അപ്പോൾ ജീവനില്ലാത്ത അക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ജീവനുള്ള അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്ന എ ഇ ഐ ഒ യു അല്ല, ആ മുതൽ ആ വരേക്കുള്ള 16 അക്ഷരങ്ങൾ. അപ്പോൾ 16 അക്ഷരങ്ങളെ നമ്മൾ ജീവനുള്ള സ്വരാക്ഷരങ്ങളായിട്ട് പറയും. പിന്നാലെയുള്ള 34 അക്ഷരങ്ങളെ, വ്യഞ്ജനാക്ഷരങ്ങളെ ജീവനില്ലാത്തവയായിട്ടും പറയും. ആ ജീവനില്ലാത്തവയിൽ പെട്ടതാണ് സായും ഹായും. അങ്ങനെയല്ലേ? കം ഖം ഗം ഖം നം ചം ഝം ജം ഝം ഞം ടം ഠം ഡം ഠം നം തം ഠം ദം ധം നം വം ഭം വം ഭം മം യം രം ലം വം ശം ഷം സം ഹം. അവിടെയല്ലേ വന്നത്? അപ്പൊ എല്ലാ തരത്തിലെയും 36 അക്ഷരത്തില് വ്യഞ്ജനാക്ഷരങ്ങളിൽ പെട്ടുവരുന്ന സായും ഹായും ജീവനില്ലാത്തയാണെങ്കിൽ ശവാക്ഷരങ്ങളാണ്. അവ മൃതാക്ഷരങ്ങളാണ്, അമൃതാക്ഷരങ്ങളല്ല. അതുകൊണ്ട് അവയെ അടർത്തിക്കളയണം എന്ന് നമ്മുടെ പുരാണ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചു. അതിന്റെ ഫലമായിട്ട് സോഹത്തെ ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്തു. സോഹം എന്ന് പറയുന്നത് അജപ, ഗായത്രി. ഗായത്രി ഞങ്ങൾ കേട്ടു കാണും. ഗായത്രി എന്ന് പറയുന്നത് ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭഗവദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ എന്ന് പറയുന്ന ഗായത്രി. സൂര്യതേജസ്സിനെ, സൂര്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന സവിതാവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭർഗ തേജസ്സിനെയെല്ലാം തന്നെ ആഹ്വാനം ചെയ്ത് ആവാഹിച്ച് അതിലൂടെ നമ്മുടെ ബുദ്ധിക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് ഗായത്രി എന്ന് പറയുന്ന മന്ത്രം സാധാരണ നമ്മൾ ജപിക്കുന്നത്. ഇവിടെ അജപ ഗായത്രി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച കാലം മുതൽ അറിയാതെ, അതാണ് ഏറ്റവും പ്രധാനം, അറിയാതെ, പറയാതെ, ആരിൽ നിന്നും കിട്ടാതെ സ്വമേധയ അങ്ങനെ ജപിച്ചു കൊണ്ടുപോകുന്ന ഒരു മന്ത്രമുണ്ട്. അതിന്റെ പേരാണ് സോഹം. ജനിച്ച കാലം മുതൽ മരിക്കുന്നവരേക്ക് ഓരോ സെക്കൻഡിലും നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ മന്ത്രമാണ് സോഹം. ഞാൻ, അത്, സ അഹം, സ അഹം, അത് ഞാൻ. അത് ഞാൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ തന്നെയാണ് ഞാൻ എന്നിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ജപം. ഈ ജീവൻ നമ്മൾ എല്ലാവരും തന്നെ അറിയാതെ ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രം ഏതാ? അജപാ ഗായത്രി. അജപാ ഗായത്രി എന്താ? സോഹം. സോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉയർന്നു പോവുക, ഹം എന്ന് പറയുമ്പോൾ താഴത്തേക്ക് ഇങ്ങനെ വീഴുക, താഴത്തേക്ക് ഇറങ്ങുക, മുകളിലേക്ക് കയറുക, താഴത്തേക്ക് ഇറങ്ങുക, കൊടി കയറുക, കൊടി ഇറങ്ങുക, ആരോഹണവും അവരോഹണവും. ഇങ്ങനെ കയറുക ഇറങ്ങുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ട് ശരീരത്തിൽ 2 പ്രാണന്മാരുണ്ട്. അതിലൊന്നാണ് പ്രാണൻ എന്ന് പറയുന്ന മുകളിലേക്കും അപാനൻ എന്ന് പറയുന്ന താഴത്തേക്കും. അപ്പൊ സോഹം, പ്രാണന്റെയും അപാനന്റെയും പോക്കിനെയാണ് അവിടെ വർണ്ണിക്കുന്നത് സോഹം. ഏതായാലും സോഹം എന്ന് പറയുന്ന മന്ത്രത്തിൽ അജപാ ഗായത്രിയില് അതിൻ്റെതായ പ്രത്യേകത ഓരോ സെക്കൻഡിലും ജപിക്കുന്നു എന്ന് പറയുമ്പോൾ 21,600 പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ജപിക്കുന്നു എന്നാണ് കണക്ക്. ഇത് വാസ്തവത്തിൽ ഹംസയോഗികളുടെ കണക്കാണ്. ഏതായാലും സോഹം എന്ന് പറയുന്നത് ഞാൻ അത് എന്നിങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. സ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, സ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, അത് എന്ന് പറയുമ്പോൾ തത്വമസീതത്വം, തത് എന്ന് പറയുന്നത് ത്വമീ എന്ന് പറയുന്ന ജീവാത്മാവ്. അപ്പൊ അത്തരത്തിൽ തത് എന്ന് പറയുന്ന അത് ഞാനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാലം കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാതെ അപ്പൊ ഈശ്വരൻ ഞാനാണെന്നിങ്ങനെ ജപിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതാണെന്നിങ്ങനെ അനവരതം ജപിക്കുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി ബോധ്യമില്ലാതെ കാലം കഴിച്ചു കൂട്ടുന്ന നമ്മൾ അജപാ ഗായത്രി ജപിക്കുന്നുണ്ട്, യാതൊരു ഫലവും കിട്ടുന്നില്ല. ഒന്ന് തിരിച്ചിടാമോ? സോഹം. സോഹം എന്നുള്ളത് തിരിച്ചിട്ടാൽ കിട്ടുന്നത് ഹംസ. ഹംസ എന്ന് പറഞ്ഞാൽ ഹംസം. ഹംസം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്. ആ പക്ഷിയുടെ പ്രത്യേകത മാനസരസിലുള്ള പക്ഷിയാണ്. ആ പക്ഷി പാലും വെള്ളവും കലർത്തി കൊടുത്താൽ പാല് മാത്രം കഴിക്കും, വെള്ളം മാറ്റി വയ്ക്കും. അതാണ് നിത്യാനിത്യ വിവേകം. ഏത് നല്ലത് ഏത് ചീത്ത എന്ന് വേർതിരിച്ചറിയത്തക്ക ശേഷിയുള്ള പക്ഷിയുടെ പേരാണ് ഹംസം. ശ്രീ രാമകൃഷ്ണ പരമഹംസന്റെ ആ പരമ്പരയിൽപ്പെട്ട ആശ്രമത്തിന്റെ എംബ്ലം അത് ഹംസമാണ്. ഈ ഹംസം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നിത്യാനിത്യ വിവേകത്തിന്റെ ഗുണമായി എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു പക്ഷി ഉണ്ടെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ വിമാനസരസിൽ പോയിട്ട് ആ പക്ഷിയെ അന്വേഷിച്ച് നടന്നാൽ അതിനേക്കാൾ നല്ലത് കുട്ടനാട്ടിൽ പോയ കുറെ താറാക്കളെ വാങ്ങിക്കൊണ്ടുവരാം. ഈസ്റ്ററിന് അവളെ കൂട്ടാൻ വിഷുവിന് വേണമെങ്കിൽ ഡ്രസ് ചെയ്യാനെ കിട്ടും. എന്തെന്നാ ഡ്രസ് ചെയ്തു അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കുട്ടനാട്ടിൽ കൂടെ പോകുമ്പോൾ ഡ്രസ് ചെയ്ത് താറാവിനെ കിട്ടുമെന്ന്. അപ്പൊ ഞാൻ കരുതി അതിനെ ഉടുപ്പോട് കുടിപ്പിച്ച് കൊണ്ടുപോകും, അതാണ് കരുതി. പക്ഷെ ഡ്രസ് ചെയ്യാൻ പറഞ്ഞാൽ
അതിന്റെ പപ്പും തൂവലും എല്ലാം തന്നെ വലിച്ചു പറിച്ച് കളഞ്ഞ് അങ്ങനെ അലങ്കരിച്ച് അതിന് പ്രത്യേക രീതിയിൽ വെച്ചിരിക്കുന്ന താറാവിന്റെ പേരാണ് ഡ്രസ് ചെയ്യുന്നത്. കോഴിയെ ഡ്രസ് ചെയ്ത് തരും. അപ്പൊ ഡ്രസ് ചെയ്യുന്ന ഉടുപ്പിക്കാനല്ല, ഉടുപ്പ് ഊരിക്കളയലാണ്. അപ്പൊ എല്ലാ തരത്തിലും അതൊന്നും അല്ല വാസ്തവത്തിൽ ഹംസം. ഹംസം എന്ന് പറയുന്ന ഒരു പ്രത്യേക സാങ്കല്പിക പക്ഷി. അത് നിത്യാനിത്യത്തിന്റെ വിവേകത്തിന്റെ ഉടമസ്ഥത, അതിന്റെ എംബ്ലമാണ്. ഏതായാലും ഇങ്ങനെ ഹംസ എന്ന് പറയുന്ന പദം ഉണ്ടാകുന്നത് സോഹം ജപിച്ച് ജപിച്ചാണ്. മരാമര എന്ന് ജപിച്ച് കാട്ടാളൻ രാമരാമ എന്നുള്ള മന്ത്രത്തിലേക്കായില്ലേ. മരാമര എന്ന് ജപിച്ച് ജപിച്ച് രാമ രാമ. വശി വശി എന്ന് ജപിച്ച് ജപിച്ച് ശിവ ശിവ. ശിവപുരാണം എല്ലാം തന്നെ ഘോഷിക്കുന്ന ശിവം, അല്ലെങ്കിൽ ആ മന്ത്രത്തിന്റെ ആ മൂലം, അതിന്റെ തുടക്കം ഏതെന്ന് ചോദിച്ചാൽ വശി. വശി എന്ന് പറഞ്ഞാൽ ആരുടെ വശത്തേക്കാണോ, ആരിൽ നിന്നാണോ തുടങ്ങിയത്, ആരെ കേന്ദ്രീകരിച്ചാണോ സകലതും നടക്കുന്നത്, അങ്ങനെയുള്ള ആര് എന്ന് പറയുന്ന ഈശ്വരൻ. യതോ വാ ഇമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രയന്തി വിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി എന്ന് പറയുന്ന ബ്രഹ്മം തന്നെ വശി. ആ വശി എന്ന് പറഞ്ഞ് ഉച്ചരിച്ചുച്ചരിച്ച് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ശിവ 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 ശിവ, ആ രണ്ടക്ഷരം. അതേ രീതിയിലാണ് രാമ രാമ രാമ. അതുപോലെ തന്നെ സോഹം ജപിച്ച് നമ്മൾ ആരായി മാറണം? ഹംസമായിട്ട് മാറണം. എന്താ ഇതിന്റെ അർത്ഥം? ഒരു പക്ഷിയുടെ കൂട്ട് ചിറകും തോലൊക്കെ ആയിട്ട് ഇങ്ങനെ പറക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള കഥയല്ല അവിടെ പ്രാധാന്യം. അവിടെ വാസ്തവത്തിൽ ഞാൻ അതായി തീരുമ്പോൾ ഞാൻ വാസ്തവത്തിൽ നിത്യ അനിത്യ വിവേകത്തിന്റെ ഉടമയായി മനുഷ്യനെ പിടുത്തം കിട്ടുന്നുണ്ടോ? സോഹം 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 ജപിച്ച് 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 നമ്മൾ ഹംസപദവിയിലേക്ക് എത്തുമ്പോൾ നിത്യാനിത്യ വിവേകം, സത്യവേദ അസത്യവേദ എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാകുന്നു. ഇതാണ് ആ മന്ത്രത്തിന്റെ പ്രത്യേകത. അപ്പൊ എല്ലാ തരത്തിലും അജപാഗായത്രി എന്ന് പറയുന്ന ഈ സോഹം, അതിൽ അടങ്ങിയിരിക്കുന്ന ചത്ത അക്ഷരങ്ങൾ, മൃതാക്ഷരങ്ങൾ എന്ന് പറയുന്ന സായും ഹായും കളഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഓ സോ ഹം. സോ സാ പോയി, ഓ ഹം ഹാ പോയി, എന്തായി അപ്പോ? ഓ. സനാതനാത്മത്തിന്റെ നമ്മുടെ ഏറ്റവും ശക്തമായിരിക്കുന്ന അടിത്തറ. നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രണവത്തെ. ഓങ്കാരമല്ലാതെ മറ്റേ യാതൊന്നും സദ്വസ്തുവായിട്ട് പരമാർത്ഥ വസ്തുവായിട്ടില്ല. നമ്മുടെ അയ്യപ്പസ്വാമി അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവ് ആരെയെന്ന് ചോദിച്ചാൽ ഇത് ഹിന്ദു, ഒരു സനാതനം പറയും ഓങ്കാരം. മുരുകൻ ആരെയെന്ന് ചോദിച്ചാൽ പഴനി ആണ്ടവനെ ഓങ്കാരം. ഗണപതി ആരെയെന്ന് ചോദിച്ചാൽ അതും ഓങ്കാരം. ഇരിങ്ങോൾ ഭഗവതി ആരെയെന്ന് ചോദിച്ചാൽ അവിടെയും നമ്മൾ പറയും ഓങ്കാരം. ഓങ്കാരമല്ലാതെ മറ്റ് യാതൊന്നും ഈശ്വരൻ ആരോപിതമായിട്ടുള്ള ഇല്ല. ഓങ്കാരം തന്നെയാണ് ഈശ്വരൻ. അപ്പൊ ഈ സോഹം എന്ന് പറയുന്ന ഞാനത് എന്ന് പറയുന്ന മന്ത്രം, അതിലടങ്ങിയിരിക്കുന്ന മൃതാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, അതിനെ അടർത്തിക്കളഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയതാണ് പ്രണവം. സോ സാ പോയി, ഓ ഹം ഹാ പോയി, ഓം. ഇവിടുത്തെ കിട്ടിയാവോ? ഒന്ന് ഓം ജപിക്കാവോ? നമുക്ക് എളുപ്പം കിട്ടും. ഓം ജപിക്കാൻ പറ്റി എവിടെ നിന്ന് ജപിച്ചു തുടങ്ങിയാവോ? നമ്മൾ അധരവ്യായാമം പോലെ, അതായത് ചുണ്ടുകൾ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് മാനസികമായിട്ട് യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കാതെ വെറുതെ ലഭിക്കുന്ന യാന്ത്രികമായിട്ടുള്ള ആ ജപം വന്നതുകൊണ്ടാണ് ഇന്ന് ഫലമില്ലാതെ പോയത്. ടി ഭട്ടേരിപ്പാട് ജപിച്ചു 54 ലക്ഷം. പക്ഷെ 54 ലക്ഷം മന്ത്രം ജപിച്ചിട്ട് യാതൊരു ഗുണവും കിട്ടിയില്ല എന്ന് പറയാൻ കാരണം അയാൾ വ്യഗ്രജിത്തോ ഹതോ ജപ. ഭാഗവതം പറയുന്നത് വ്യഗ്രജിത്തന്മാർ ജപിച്ചുകൊണ്ടിരുന്നാൽ അയാളുടെ ജപത്തിന് യാതൊരു ഗുണവുമില്ല എന്ന്. ഇപ്പൊ മൊബൈൽ വെച്ചുകൊണ്ടാണ് ഈ മേശാന്തിമാരൊക്കെ അകത്ത് പൂജിക്കാൻ കയറുന്നത്. ഇവിടുത്തെ അല്ല, എല്ലാ നാട്ടിലെ കാര്യം പറഞ്ഞത്. അപ്പൊ എല്ലാ തരത്തിലും ഇങ്ങനെ മേശാന്തിമാരെ ഇത് വെച്ചുകൊണ്ടാണ് നടക്കുന്ന മുഴുവൻ. ആരെ വിളിക്കുന്ന, അടുത്ത പൂജ എവിടെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ദക്ഷിണയുടെ കണക്ക് പറയാം. അപ്പൊ അത്തരത്തിൽ വ്യഗ്രജിത്തന്മാർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ജപം ഈ ടി ഭട്ടേരിപ്പാടോ 54 ലക്ഷം പാഴാക്കി കളഞ്ഞു ഇല്ലേ? 54 ലക്ഷം അപ്പൻ പറഞ്ഞു കൊടുത്ത മന്ത്രം, യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരിയോ ഭയങ്കരി, ആ മന്ത്രമെല്ലാം തന്നെ ജപിച്ച് കുറെ കാലം ഇങ്ങനെ നശിപ്പിച്ചെടുത്തു. യാതൊരു ഗുണവും കിട്ടിയില്ല എന്ന്. എന്തുകൊണ്ട് ഗുണം കിട്ടിയില്ല? ഇപ്പൊ ഞാനും വാസ്തവത്തെ ജപാലശാലയ്ക്ക് വേണ്ടി ഇരിപ്പുണ്ട്. 50 കൊല്ലം തയ്ക്കാൻ പോവാണ്. എന്തെന്നാ പ്രാക്ടീസ്? ഒന്ന് കണക്ക് കൂട്ടി പറയാമോ? എത്ര കൊല്ലം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? 50 കൊല്ലത്തിൽ 5 കൊല്ലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് വ്യക്തമായിട്ട് മറുപടി പറയാമോ? ഈ 50 കൊല്ലക്കാലം പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് ആർഭാടപൂർവ്വമായിട്ടുള്ള സദ്യയും ഒരു കോലാഹലമൊക്കെ നടത്തി നമ്മളത് പ്രത്യേക രീതിയിൽ ആചരിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകാതിരിക്കുക. ഈ 50 വർഷത്തിൽ ഒരു 5 വർഷം പോലും നമ്മൾ വേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ജീവിതവും അത് തന്നെ. മന്ത്രജപമായാലും പൂജാതി കാര്യങ്ങളായാലും ആത്മാർത്ഥമായിട്ടുള്ള ഈ പറയുന്ന അധ്യാപനമായാലും രാഷ്ട്രീയ ജീവിതമായാലും എന്തായാലും നമ്മൾ വാസ്തവത്തിൽ വർഷത്തിന്റെ കണക്ക് പറയൽ മാത്രമേ ഉള്ളൂ. അതിൽ അടങ്ങിയിരിക്കുന്ന സമയപരിധി വളരെ തുച്ഛമാണ് എന്ന്.
അപ്പോൾ നമ്മൾ ജപിക്കുന്നതും നമ്മൾ ചെയ്യുന്നതുമെല്ലാം തന്നെ ആത്മാർത്ഥമായിട്ട് വന്നാൽ പെട്ടെന്ന് അതിന്റെ ഫലം കിട്ടും. എന്തുകൊണ്ട് ഗുണം കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥതയുടെ കുറവാണ്. അപ്പൊ ഇവിടെയും സോഹം എന്ന് പറയുന്ന മന്ത്രം, അതിലടങ്ങിയിരിക്കുന്ന ഹംസഭാവം, അത് ആർജിച്ച വ്യക്തിക്ക് വാസ്തവത്തിൽ നിത്യാനിത്യ വിവേകത്തിന്റെ മനുഷ്യന്റെ യഥാർത്ഥമുള്ള ഭാവം കിട്ടുന്നു എന്ന്. അപ്പൊ മന്ത്രം എന്തിനാ? ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പൂജ പഠിച്ച് മണിയടിച്ച ആൾക്കാരെ വശീകരിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് ദക്ഷിണയെല്ലാം തന്നെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കൂട്ടി വലിയ വലിയ കാറിലൊക്കെ ഇങ്ങനെ നടന്ന് വേഷവിധാനങ്ങളോടുകൂടി ആഭരണങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ഇങ്ങനെ മനുഷ്യനെ കബളിപ്പിക്കുന്ന രീതിയിൽ, അതിനൊന്നുമല്ല മന്ത്രം. മനനാൽ ത്രായതേ ഇതി മന്ത്രം. മനനാൽ ത്രായതേ ഇതി മന്ത്രം. മനനം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഗുണമാണ്. മനനം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നും ഉണ്ടായതാണ് മനുഷ്യൻ. മനീഷ എന്ന് പറയുന്ന വിവേകത്തിൽ നിന്ന് മാത്രമല്ല, മനനശേഷിയുള്ളത് കൊണ്ട് മനുഷ്യൻ, അവന്റെ മനസ്സിന്റെ പ്രത്യേകത ചിന്തിക്കാൻ കഴിവുള്ള മനസ്സാണ്. അതുകൊണ്ടാണല്ലോ ഹിന്ദുവിന്റെ സൈക്കോളജി അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയിലെ സൈക്കോളജി മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും കൂടിയതാണ്. വിദേശീയ സൈക്കോളജിയിലെ വെറും മൈൻഡ് മാത്രമല്ല, ഇവിടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. മനസ്സ് ചലിക്കുന്നത്, അത് കഴിഞ്ഞാൽ ചിത്തം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത്, മനനാകാരം. അത് കഴിഞ്ഞാൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചു ഉറപ്പിച്ചത്. അഹങ്കാരം എന്ന് പറയുമ്പോൾ ഈഗോ ഉള്ളത്, നമ്മളിൽ നമ്മുടേതായിട്ടുള്ള ദുരഭിമാനം ഉള്ളത്. അപ്പൊ എല്ലാ തരത്തിലും മനസ്സിനെ അന്ധകരണം എന്ന് പേരിട്ട് അതിന് 4 വശങ്ങളും ഭാവങ്ങളും എല്ലാം തന്നെ പറഞ്ഞുള്ള ഒരു സൈക്കോളജി നമ്മുടെ സനാതനധർമ്മത്തിന്റെ പ്രത്യേകതയാണ്. ആ മനനം കൊണ്ട്, മനസ്സിന്റെ പ്രക്രിയ കൊണ്ട് ത്രാണനം സാധിക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്രം. സ്വാമിയേ ശരണമയ്യപ്പ എന്ന് നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ ത്രാണനം, രക്ഷ നേടണം. എന്താ രക്ഷ? രക്ഷയെല്ലാം തന്നെ നമ്മൾ കാട്ടിക്കൂട്ടുന്നതിന്റെ വിഡിത്തമാണ്. ശബരിമലയിൽ പോയി ആരും കാണാതെ ഒരു മണി മോട്ടിച്ചോണ്ട് വന്നു. എന്താ ആരോ പറഞ്ഞൊരു വലിയോ പറഞ്ഞ മണി മോട്ടിച്ചോണ്ട് വന്ന് വീട്ടിൽ വന്ന് അത് വിളക്ക് കത്തിച്ച് വെച്ച് പൂജിച്ച് അന്നരത്തിൽ ഒഴിഞ്ഞിങ്ങനെ ഇരുന്നോണ്ടിരുന്നാൽ മണികണ്ഠനെ പോലെ ഒരു ആൺകുട്ടി ഉണ്ടാവും. അതങ്ങനെ അപ്പാടെ വിശ്വസിച്ചു. ഒരു മോഷണം നടത്തി ഭഗവാന്റെ ആ സവിധത്തിൽ ഒരു മണി മോട്ടിച്ചുകൊണ്ട് വന്നു. കുട്ടിയുണ്ടായി. അതൊക്കെ യാഥാർത്ഥ്യമായിട്ട് വന്ന ഉടനെ ഒരു മണിയും കൂടി വാങ്ങി 2 മണി കൊണ്ടുപോയി അവിടെ കെട്ടി. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു എല്ലാം സാധിച്ചു എന്ന്. ഒന്ന്. ഇനി ഇതേപോലെ മണ്ണാർശാലയിൽ ഉരുളി കമത്തി കുട്ടിയുണ്ടായി. സംഭവിച്ചു. ചിലപ്പോൾ കുട്ടി ഉണ്ടായില്ല. കുട്ടി ഉണ്ടാകാതെ വരുമ്പോൾ നിങ്ങൾ എങ്ങോട്ടേ പോവും? അന്തോണീസ് പുണ്യാളന്റെ അടുത്തേക്ക് പോവോ? നിർത്തിയത് ചിന്തിക്കാനാണ്. മണ്ണാർശാലയിൽ കുറെ വഴിപാടുകൾ വെച്ച് ഉരുളി കമത്തി വെച്ചു, എന്നിട്ടും കുട്ടി ഉണ്ടായില്ല. നിങ്ങൾ ഒറോണേ സമറ്റി പദത്തിലേക്ക് പോവോ? അന്ധവിശ്വാസമല്ലാതെ വേറെ എന്താ? അപ്പൊ എല്ലാ തരത്തിലും കുട്ടിയുണ്ടാകാൻ വേണ്ടിയിട്ടും വാസ്തവത്തിൽ നിഷ്ഫലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം യാതൊരു തരത്തിലും ഗുണമില്ലാത്ത പ്രാപഞ്ചികമായിട്ടുള്ള സുഖത്തിന് വേണ്ടി നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒന്നും നമ്മുടെ സനാതനധർമ്മത്തിന്റെ ഭാഗമല്ല. ഏതായാലും ഭാഗവതത്തിൽ തന്നെ പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യം അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും കൊല്ലാതിരിക്കുക. പക്ഷെ കൊല്ലാൻ നിവൃത്തിയില്ല, അല്പം മാംസം ഭുജിക്കണമെന്ന് തോന്നി. അപ്പോൾ ഉടനെ നിശ്ചയിച്ചാണ് യാഗം. എങ്ങോ ഇവിടെ ഇളകൊള്ളൂർ എന്ന് പറയുന്ന ഭാഗത്തിൽ പതിരാത്രം തുടങ്ങാൻ പോവുക. അപ്പൊ എല്ലാ തരത്തിലും പ്രാചീന മനുഷ്യൻ, ശുദ്ധനായ മനുഷ്യൻ, സാത്വിക ഗതിയുണ്ടായിരുന്ന മനുഷ്യൻ, അവൻ സത്യയോഗത്തിന്റെ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. പിന്നാലെ ഓരോരോ ഗുണങ്ങളിങ്ങനെ തള്ളിക്കേറി അവൻ ഓരോരോ ചിന്താഗതികൾ വെച്ച് പുലർത്തി. എന്നിട്ട് വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നതിന് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, അതിനു വേണ്ടിയിട്ട് യാഗം. മാംസം കഴിക്കരുത് എന്ന് പറയുന്ന മാറ്റിയെടുക്കാൻ വേണ്ടി യാഗം. കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് യാഗം. അപ്പോൾ യാഗം നടത്താം. അപ്പോൾ ഒറ്റയ്ക്ക് പോരാ, ഭാര്യ വേണം. അപ്പോൾ വിവാഹം കഴിക്കണം. അപ്പൊ അവിടെ വാസ്തവത്തിൽ ഈ മൃഗത്തെ വപ നടത്തിക്കൊണ്ട് കൊല്ലണം, അതിന്റെ മാംസം ഹോമിക്കണം, അങ്ങനെ മാംസം കഴിക്കാം. അതുപോലെ തന്നെ വാസ്തവത്തിൽ മദ്യം വേണം, അതിനെന്താ വിദ്യ, അതും കൊണ്ടുവന്നു. പക്ഷെ ഇതൊക്കെ അർത്ഥശൂന്യമായിട്ടുള്ള പ്രാകൃതമായിരിക്കുന്ന ഭാവത്തേക്ക് വന്ന മനുഷ്യന്റെ ചെയ്തികളാണ്. അപ്പൊ ഇതൊന്നുമല്ല വാസ്തവത്തിൽ വിവാഹം കഴിക്കാതിരിക്കൽ ധന്യം. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ശ്രേഷ്ഠം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാതിരിക്കലും മാത്രമല്ല എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടത് പിന്നാലെ നമുക്ക് ചിന്തിക്കാം. ഏതായാലും മദ്യം എന്ന് പറയുന്ന ഇത്തരത്തിൽ ബാഹ്യമായിട്ടുള്ള ഒരു മദ്യത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ അതിന്റെ ഉത്തേജനമല്ല. മദ്യം എന്ന് പറയുന്ന അവനവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന എന്തെന്നില്ലാത്ത ഉത്സാഹത്തിന്റെ ഒരു തിമിർപ്പ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രയോഗം, അതാണ് മദ്യം. അതെല്ലാം സാധനയുടെ ക്രമത്തിൽ കാണാം. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ യാഗം നടത്താൻ വേണ്ടിയിട്ട് ചില എക്സെപ്ഷൻ, ചില അപവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന ആടിനെ കൊന്നു, അതുപോലെ തന്നെ നമ്മൾ മദ്യം വെച്ച് തേരിച്ചു. അപ്പൊ ഇതെല്ലാം തന്നെ പ്രാകൃതമായിട്ടുള്ള രീതിയിലേക്ക് വന്നതാണ്. സത്യത്തിൽ ഇതൊന്നുമല്ല ഒരു സനാതനധർമ്മത്തിന്റെ ലക്ഷ്യം. സനാതനധർമ്മത്തിന്റെ ലക്ഷ്യം സനാതനമായിരിക്കുന്ന ആത്മഭാവത്തെ ആർജിക്കുക. ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചാൽ സോഹം എന്ന് പറയാനുള്ള തന്റെ ഇടം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ അതാണ് എന്ന് പറയാനുള്ള കഴിവുണ്ടാക്കിയെടുത്താൽ അത് എന്ന് പറയുന്ന ആത്മഭാവം, അത് എന്ന് പറയുന്ന പരമാത്മഭാവം, അത് എന്ന് പറയുന്ന ഈശ്വരഭാവം തന്നെയാണ് ഞാൻ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്
വാസ്തവത്തിൽ അവതാര സ്വരൂപങ്ങൾ ഈ ക്ഷേത്രവും പോലും. നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് കിടക്കാം. ആമുഖമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ആരെയെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും നിങ്ങൾ? ഈശനും പ്രപഞ്ചവും. എഴുത്തച്ഛൻ പാടുന്നതാ. ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശന്റെ കാരുണ്യത്താൽ കേവലം ഒന്നായി കണ്ടേൻ. അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങളൊന്നുമേ കാണാനില്ല, ഞാൻ ഒഴിഞ്ഞ് ഒരിടത്തും. ആദ്യം എഴുതിയതാണ്. അതായത് ഭാഗവത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ എഴുത്തച്ഛൻ എഴുതി ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും. അപ്പൊ ഗുരുവും ഞാനും ഈശ്വരനും ഈ പ്രപഞ്ചവും 4 കൂട്ടം കാര്യങ്ങളാണ്. ഇതിനെയെല്ലാം തന്നെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സാധനയിൽ ഏർപ്പെട്ടപ്പോൾ ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശ്വരന്റെ കാരുണ്യത്തിൽ കേവലം ഒന്നായി കണ്ടേൻ. ഇത് 4 ഒന്ന് എന്ന് കണ്ടു എന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഗുരുവിനെ ശിഷ്യനും ഗുരുവും തമ്മിൽ ഒന്നായി ചേരുന്നുണ്ടോ? ഈശ്വരനും ഗുരുവും ശിഷ്യനും തമ്മിൽ ഒന്നായിട്ട് മാറുന്നുണ്ടോ? ഈ പ്രപഞ്ചവും കൂടി ഇടപഴകിയിട്ട് അതിനകത്ത് വാസ്തവത്തിൽ എഴുകിച്ചേർന്ന് ഒന്ന് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നുണ്ടോ? ഈശ്വരനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശ്വരന്റെ കാരുണ്യത്തിൽ കേവലം ഒന്നായി കണ്ടേൻ എന്ന് പറയുന്ന ഭാവത്തിൽ വന്നിട്ട് എഴുത്തച്ഛൻ പാടുകയാണ്. അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങളൊന്നുമേ കാണാനില്ല, പിന്നെ കാണാനുള്ളതെന്താ? ഞാൻ ഒഴിഞ്ഞ് ഒരിടത്തും, എന്നെ വിട്ടിട്ടെങ്ങും ആരെയും കാണാനില്ല എന്ന്. എത്രമാത്രം അമൂർത്തമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, വളരെയേറെ അബ്സ്ട്രാക്റ്റ് ആയിരിക്കുന്ന ഒരു സംഗതി. എല്ലായിടത്തും എവിടെ നോക്കിയാലും എന്നെ അല്ലാതെ മറ്റാരെയും കാണാനില്ല എന്ന്. ഞാനും വാസ്തവത്തിൽ വേറിട്ട് തന്നുകൊണ്ട് ഒരു പ്രസംഗകനായിട്ട് പ്രസംഗിക്കുമ്പോൾ അത് കിട്ടുകയില്ല. നേരെ മറിച്ച് നിങ്ങൾ ശ്രോതാക്കൾ, നിങ്ങൾ ഓരോരുത്തരും വാസ്തവത്തിൽ ഞാൻ തന്നെ എന്നുള്ള ആത്മഭാവത്തിലേക്ക് ഞാനും കൂടി കടന്നു വരുമ്പോൾ നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു ഈ ആത്മഭാവം. അപ്പോൾ നിങ്ങളും ഞാനും തമ്മിൽ വ്യത്യാസമില്ലാത്ത, കേൾക്കുന്നുണ്ടോ? പ്രകൃതി പുരുഷനും തമ്മിൽ വ്യത്യാസമില്ലാത്ത, ജീവാത്മാവും പരമാത്മാവും തമ്മിൽ വ്യത്യാസമില്ലാത്ത, ഈ പറയുന്ന പെരുമ്പാവൂർ ധർമ്മശാസ്ത്രാവും ഞാനും തമ്മിൽ വ്യത്യാസമില്ലാത്ത, ഇഴുകിച്ചേർന്നുകൊണ്ട് ഒഴുകി നടക്കുന്ന, ആ പ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇഴുകിച്ചേർന്ന് ഒഴുകി നടക്കുന്ന. നമ്മൾ ഇഴുകിച്ചേർന്ന് ഒഴുകി നടക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹത്തിലേക്ക് കടന്നത്. എന്നിട്ട് ഇഴുകിച്ചേർന്നില്ല, അഴുകി വളരെ വൃത്തികെട്ട രീതിയിലേക്കാണ് ഫാമിലി കോടതികളിലൊക്കെ ഇഴുകിച്ചേർന്നേരാണ് അഴുകി പോവുക. അഴുക എന്ന് പറഞ്ഞാൽ ചീഞ്ഞ അഴുകുക. അപ്പൊ എല്ലാ തരത്തിലും ഇഴുകിച്ചേരാൻ വേണ്ടിയിട്ട് ഭാര്യാഭർത്തന്മാർ ഒന്നായി തീർന്നിട്ട് അവർ ഒഴുകി നടക്കാൻ വേണ്ടിയിട്ടാണ് ദാമ്പത്യ ജീവിതം. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ സേക്രമെന്റാണ്. പരിശുദ്ധമായിരിക്കുന്ന പ്രക്രിയയിൽ നമ്മൾ സപ്തപതിയിലൂടെ അങ്ങേയറ്റത്തൊരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വിവാഹം. നമ്മുടെ തോട്ട് ഹിന്ദു തോട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ തോട്ട് അത്തരത്തിലാണ്. അപ്പൊ അതേ രീതിയിൽ ഇഴുകിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി, അതാണ് മധുരം, അതാണ് അമൃതം, അതാണ് മദ്യം, അതാണ് മധു. അപ്പൊ അത്തരത്തിലൊരവസ്ഥയെ സൃഷ്ടിക്കുന്നതിന് പകരം ഇന്ന് അത് നടക്കുന്നില്ല. ഇവിടെ ഈ അയ്യപ്പസ്വാമിയെ തമ്മിലൊന്ന് ഇഴുകിച്ചേരാൻ സാധിക്കുമോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ സനാതനധർമ്മത്തിന്റെ ഉടമകളായി ഒന്ന് വിളിക്കാം. സ്വാമിയെ ഞാനിങ്ങനെ നീട്ടി വിളിക്കാം. നിങ്ങൾ ശരണം അയ്യപ്പ എന്ന് പറയുക. അയ്യപ്പനാര്, ശാസ്താവാര് എന്നെല്ലാം തന്നെ ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുന്ന പദങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായിട്ട് നമ്മൾ എങ്ങും എത്താതെ ഇങ്ങനെ വാസ്തു ജംഗ്ഷനിൽ നാൽക്കവലയിൽ ഇരിക്കുകയാണ്. ചർച്ചകൾ ഇഷ്ടം പോലെ ഈ ടി വിയിലൊക്കെ കാണുന്നുണ്ട്. ചർച്ചകൾ നടത്തുന്ന പലരും പലതും ഇങ്ങനെ പറയുന്നുണ്ട്. ആരാ അയ്യപ്പൻ? അയ്യപ്പൻ എങ്ങനെ? അയ്യപ്പന്റെ ജാതി എന്താ? പിന്നത്തെ നോട്ടോ അതാ ജാതി എന്താ? അപ്പൊ ഇതേ രീതിയിൽ അയ്യപ്പൻ പന്തളത്ത് രാജാവിന്റെ പുത്രനാണോ അതോ അയാൾ വേറെ വടക്കേന്ത്യക്കാരനാണോ? ഇങ്ങനെ പല ശ്രവണനാണോ? അങ്ങനെ എല്ലാ തരത്തിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കാട് കയറി പോകുന്ന സമയത്ത് നമുക്ക് സ്വാമിയെ വിളിക്കാം. ആരാ സ്വാമി? സ്വം എന്ന് പറയുന്നത് ആത്മാ, സ്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവചൈതന്യമാണ്. അപ്പൊ ഏതൊരു സ്വം എന്ന് പറയുന്നത് ആർക്കുണ്ടോ അവിടെയാണ് സ്വഭാവം, അവിടെയാണ് സ്വരൂപം. നിങ്ങളുടെ രൂപം എന്തെന്ന് ചോദിക്കുമ്പോൾ കണ്ണാടിയിൽ കാണുന്ന രൂപം നിങ്ങളുടേതല്ല. ഫോട്ടോ എടുത്ത് ഐഡന്റിറ്റി കാർഡിൽ നിങ്ങൾ ഒട്ടിച്ചിരിക്കുന്നത് നിങ്ങളുടെ രൂപമല്ല. നിങ്ങളുടെ രൂപം, സ്വരൂപം എന്ന് പറയുന്നത് ആത്മരൂപമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് നാരായണീയക്കാരാണ് ഇതിലധികം പേരും. നിങ്ങൾ കേട്ടിട്ടില്ലേ അഗ്രേപശ്യാമി? ഈ അഗ്രേപശ്യാമി കഴിഞ്ഞിട്ട് നിത്യം ചിത്തസ്ഥിതമേ വരെ എത്തിയേൽക്കുന്ന ഈ നാരായണ ഭട്ടേരിപ്പാടുന്ന നാരായണീയത്തില് ചതുർവിധ മുക്തികളും കാണാം. സാലോക്യം കണ്ടുകൊണ്ടിരിക്കുക, സാമീപ്യം അടുത്തുകൂടുക, അതുപോലെ തന്നെ സാരൂപ്യം ആ ഭഗവാന്റെ രൂപത്തിലേക്ക് വരിക, സായുജ്യം അതിനകത്ത് എഴുതിച്ചേരുക. ഇങ്ങനെ 4 തരം മുക്തി എല്ലാം തന്നെ പറയുന്ന നമ്മൾ വാസ്തവത്തിൽ സ്വം എന്ന് പറയുന്ന അവനവന്റെ ആത്മാബോധം, ആ ആത്മഭാവം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആത്മാരൂപത്തിലേക്കാവും. ആത്മാവിന്റെ രൂപം എന്താ? ആത്മാവിന്റെ രൂപം പറയാൻ പറ്റുമോ? ആത്മാവിന്റെ രൂപം രൂപമില്ലേ? ഇല്ല. ആത്മാവെന്ന് പറയുന്നത് ജനിക്കുന്നുണ്ടോ? ഇല്ല. അജായതേ മ്രിയതേ വാ കഥാചിന്നായം ഭൂത്വാ ഭവിത വാ ന ഭൂയ അജോ നിത്യ ശാശ്വതോ യം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാപകാമജൈനം ലേത യദ്യാപോ ന ശോഷയതി മാരുത. ഇതാണ് ആത്മാവ്.
അപ്പൊ ഈ ആത്മാവ് എന്ന് പറയുന്ന ഭാവത്തിലേക്ക് വരുമ്പോൾ അതിന് രൂപം എങ്ങനെ കൽപ്പിക്കും? പടം വരച്ചു വയ്ക്കാൻ പറ്റും? ഇതാണ് നിന്റെ ആത്മാവ്, ഇതാണ് എന്റെ ആത്മാവ്, ഇത് ഹിന്ദുവിന്റെ ആത്മാവ്, ക്രിസ്ത്യാനിയുടെ ആത്മാവ്, അത് മുസ്ലിമിന്റെ ആത്മാവ്. ആത്മാവിനെ ഈ പറയുന്ന രീതിയിൽ ഹൽവ അതിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് പ്ലേറ്റിൽ വെച്ച് ഇങ്ങനെ വിതരണം ചെയ്യുന്ന പോലെ ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. നയനം ചിന്തത്തി ശസ്ത്രാണി നയനം ദഹതി പാവക എന്നെല്ലാം പറയുന്ന ഈ ആത്മാവിനെ എങ്ങനെ മുറിക്കും? അതുകൊണ്ട് സനാതനധർമ്മം പറയുന്നത് എന്താ? സൂത്രേ മണിയണ ഇവ ജന്തുക്കളുള്ളിൽ, എഴുത്തച്ഛൻ, ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തവൂ മണിപ്രകര ഭേദങ്ങൾ പോലെ പരം എന്തെന്തു ജാതമിഹ നാരായണായ നമ്മൾ ചരടിങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഈ ചരടെന്ന് പറയുന്ന ആത്മാവിന്റെ ചരട് അതിൽ കോർത്തിട്ടിരിക്കുകയാണ് ഇവിടെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ചരാചരങ്ങളെയും എല്ലാത്തിനെയും. അപ്പോൾ പക്ഷി മൃഗാദികളായാലും സസ്യലതാദികളായാലും ഒക്കെ ഈ ചരടിൽ ഇങ്ങനെ ശ്രോത്രയമണിയനായവ എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ കോർത്തിട്ടിരിക്കുകയാണ്. ഈ ആത്മാവ് എങ്ങനെ കീറി മുറിച്ചിട്ടു? അങ്ങനെ കീറി മുറിച്ച് ഇടാൻ പറ്റാത്ത ഈ ആത്മാവ് ഇത് എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുള്ളപ്പോൾ നമ്മൾ വാസ്തവത്തിൽ എന്താണ് ചിന്തിക്കേണ്ടത്? സർവ്വവ്യാപിയായിരിക്കുന്ന ആത്മസ്വരൂപം എൻ്റേത് എന്ന് പറയുമ്പോൾ എന്നിൽ കീറി മുറിച്ചിടാത്തൊരാത്മാവിന്റെ സ്ഥിതി വരുമ്പോൾ, ഞാൻ എല്ലായിടത്തുമുള്ള ആത്മാവായിട്ട് മാറുമ്പോൾ, എല്ലാവരിലും എന്നെ കാണുമ്പോൾ, എന്നിലെല്ലാത്തിനെയും കാണുമ്പോൾ യോ മാം പശ്യതി സർവത്ര സർവജ്ഞമയി പശ്യതി എന്ന് കൃഷ്ണൻ പറയുന്ന രീതിയിൽ എല്ലായിടത്തും എല്ലാവരെയും കാണുക. അപ്പൊ സ്വം എന്ന് പറയുന്ന ആത്മഭാവത്തെ നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരിലും ആ ആത്മഭാവത്തെ കാണുന്നത് കൊണ്ടാണ് മലയ്ക്ക് പോകുമ്പോൾ മാലയിട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും എന്താ വിളിക്കുക? സ്വാമി. എന്തുകൊണ്ട് സ്വാമി? കാരണം സ്വാമി എന്നല്ലാതെ മറ്റൊരു പേര് വിളിക്കാനില്ല. അയാളും സ്വാമി, ഞാനും സ്വാമി, എല്ലായിടത്തും സ്വാമി. സ്വം എന്ന് പറയുന്ന ആത്മാവല്ലാതെ മറ്റ് യാതൊന്നും എങ്ങും ഇല്ല എന്ന് ഉറപ്പിക്കുന്നതാണ് സ്വാമി. അതിനെ മനസ്സിലാക്കിയവനാണ് സ്വാമി. സ്വാമി എന്നുള്ള യജമാനൻ, മാസ്റ്റർ എന്നുള്ള രീതിയിലെല്ലാം തന്നെ നമ്മളിങ്ങനെ എഴുതും. അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. സ്വം എന്ന് പറയുന്ന ആത്മഭാവത്തെ മനസ്സിലാക്കിയവൻ സ്വാമി. തന്നിലടങ്ങിയിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ, അതിൻ്റെ യഥാർത്ഥ വസ്തുത്തെ സാക്ഷാത്കരിച്ചവൻ സ്വാമി. അപ്പൊ ആരാ സ്വാമി? എല്ലാ തരത്തിലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ശരീരത്തിന്റെ നിരർത്ഥകത അല്ലെങ്കിൽ ശരീരത്തിന്റെ നശ്വരത, ആത്മാവിന്റെ അനശ്വരത ഇത് മനസ്സിലാക്കിക്കൊണ്ട് വർദ്ധിക്കുന്നവൻ സ്വാമി. അപ്പൊ സ്വാമിയെ നിങ്ങൾ വിളിക്കുമ്പോൾ ആരെ വിളിക്കും? സ്വാമിയേ എന്ന് ഞാൻ ഒച്ചത്തിൽ വിളിക്കുമ്പോൾ നിങ്ങൾ ആരെ ധ്യാനിക്കും? എൻ്റെ ഉള്ളിലുള്ള സ്വാമിയെ, എല്ലാം അയ്യപ്പൻ, എല്ലാറ്റിൻപുരുള്ള അയ്യപ്പൻ എന്ന് പറയുന്ന രീതിയിൽ എല്ലായിടത്തുമുള്ള അയ്യപ്പനെ, അവിടെ മാത്രമല്ല ഇവിടെയും അയ്യപ്പൻ തന്നെ എന്തെല്ലാം രൂപത്തിലാണല്ലേ? ഒരു ഭാര്യ, ഒരിടത്ത് ചെന്നപ്പോ ഒരു ഭാര്യയുണ്ട്, ഒരു മോനുണ്ട്, പ്രഭ, സത്യകൻ, ഇങ്ങനെ ഒരു ഭാര്യ ഒരു മോനും. ഒരിടത്ത് ചെന്നപ്പോ 2 ഭാര്യമാരെ അപ്പുറവും ഇപ്പുറമുണ്ട്, പൂർണ്ണ പുഷ്കല. ഒരിടത്ത് ചെന്നപ്പോ ബ്രഹ്മചാരിയാണ്, നന്നേ ഈ പറയുന്ന ചെറുപ്രായത്തില് ബ്രഹ്മചര്യ അനുഷ്ഠിക്കുന്നവനാണ്. അപ്പൊ ഈ ആരാണപ്പ ഈ അയ്യപ്പൻ? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പല പല വേഷങ്ങൾ കെട്ടുന്ന ഈ അയ്യപ്പന്റെ സ്വരൂപങ്ങൾ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും. വേണ്ട, സംശയം തോന്നേണ്ട കാര്യമില്ല. ഈ അയ്യപ്പൻ സർവ്വവ്യാപിയായിട്ടുള്ള ഈശ്വരനാണ്. അദ്ദേഹത്തിന്റെ കൂടെ പലതും കാണും. ഗണപതിക്ക് 2 ഭാര്യമാരില്ലേ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ 2 ഭാര്യമാരെ? പക്ഷെ പേര് വളരെ രസകരമാണ്. വിദ്യ അല്ല, ബുദ്ധി, സിദ്ധി. ബുദ്ധിയും സിദ്ധിയും എന്താണ്? ഒരുത്തന് അനിവാര്യമായിട്ടുണ്ടാകേണ്ടതാണ് ബുദ്ധി. ആ ബുദ്ധിയിലൂടെ സംജാതമാകേണ്ടതാണ് സിദ്ധി എന്ന് പറയുന്ന വൈഭവം. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ ഭക്തിമാര്. ഇനി ശാസ്താവിന്റെ 2 ഭക്തിമാര് പേരെല്ലാം തന്നെ വളരെ രസകരമാണ്. പൂർണ്ണമായത്, പുഷ്കല, പുഷ്കലമായത്. അപ്പോൾ വളരെ സചേതനമായതും സമ്പുഷ്ടമായതുമായിട്ടുള്ള ഒരു ഭാര്യ, അതേപോലെ തന്നെ വാസ്തവത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥ. ഇതാണ് 2 ഭാര്യമാര്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വള്ളി, ദേവസേന. ഇത് രണ്ടും വാസ്തവത്തിൽ 2 വർണ്ണത്തിൽപ്പെട്ട 2 ജാതികളിൽപ്പെട്ട ഭാര്യമാരാണെങ്കിൽ തന്നെ വള്ളി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുറ്റിപ്പടർന്ന് കയറുന്ന വള്ളിയിലെന്താ? ഭക്തിയുടെ പാരമ്യത്തിൽ ഭഗവാനെ വിട്ടിട്ട് മറ്റാരെയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റിപ്പടർന്ന് കയറുന്ന വള്ളിക്ക് സമാനമായത്, ലതയ്ക്ക് സമാനമായത് വള്ളി. ദേവസേന എന്ന് പറയുമ്പോൾ ഇന്ദ്രന്റെ പുത്രി, ദേവന്മാരുടെ സേനയെ നയിച്ചവൾ. ദേവസേന എന്ന് പറയുന്ന ഷഷ്ഠി. ഷഷ്ഠി എന്ന് പറയുമ്പോൾ 6ാമത്തെ ദിവസം നമ്മൾ ആചരിക്കുന്ന ഷഷ്ഠിവ്രതം ആചരിക്കുന്ന ദിവസത്തെ ദേവി. അപ്പൊ ഇങ്ങനെയുള്ള ഭാര്യമാരെയെല്ലാം തന്നെ കണ്ടുകൊണ്ട് അവർ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോഴാണ് ഈശ്വരീയ ചൈതന്യത്തെ ആത്മഭാവത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ ഈ സ്വാമിയേ എന്ന് ഞാൻ ഇങ്ങനെ നീട്ടി വിളിക്കുമ്പോൾ നിങ്ങൾ ഏത് ധ്യാനത്തിലേക്ക് വരും? അതാണ് എനിക്കറിയേണ്ടത്. സ്വാമിയേ എന്ന് പറയുമ്പോൾ പമ്പയിലേക്ക് ചെല്ലും, എരുമയിൽ ചെല്ലും. എരുമയിൽ ഇവിടെ മഞ്ഞപ്ര വിഭാഗക്കാരൻ, ഞാൻ അതിനകത്ത് ഉൾപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ഇങ്ങനെ വാസ്തവത്തിൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആലങ്ങാടി യോഗം പോലും ഒരു യോഗവും ഇല്ല, ദുര്യോഗമാണ്. ദുര്യോഗം, വിയോഗം,
അപ്പൊ വിയോഗവും ദുര്യോഗവും അല്ലാതെ യാതൊരു യോഗവുമില്ലാതെ ഇവിടെ നടക്കാറില്ലേ വിളക്ക് പാട്ടൊക്കെ. ഏതായാലും അങ്ങനെ ദുര്യോഗവും വിയോഗവുമായിട്ട് ഒരു കൂട്ടിന് പുറകെ വടിയും പിടിച്ചോണ്ട് മറ്റേ കൂട്ടിന് മുമ്പിൽ വടിയും പിടിച്ചോണ്ട് ഇങ്ങനെ വടിയും പിടിച്ചോണ്ട് നടക്കുക, അടിപിടി. ഇതാണ് പോലും ഈ പറഞ്ഞ ആലങ്ങാടി യോഗം. ഭഗവാൻ അവിടെ വന്നു പോലും കളരിപ്പയറ്റ് പഠിക്കാനായിട്ട്. എന്നിട്ട് അവിടെ പഠിച്ച് അവരെ കൊണ്ടുപോയി ഇങ്ങനെ അവിടെ യുദ്ധത്തിനെല്ലാം തന്നെ അവർ മുൻപന്തിയിൽ നിന്നു എന്നുള്ള കഥ. എന്തുമാകട്ടെ, ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ മാറി മാറി പറഞ്ഞു വരുമ്പോൾ അവിടെ അയ്യപ്പനെ അറിഞ്ഞുകൂടാതെ, അയ്യപ്പൻ ആരെന്നറിയാതെ, അയ്യപ്പന്റെ ആ സ്ഥിതിവിശേഷം, ശക്തിവിശേഷം, അതിന്റെ അവതാര സ്വരൂപത്തിന്റെ പ്രത്യേകത ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ വെറുതെ ഇങ്ങനെ കാട് കയറി പോവുകയാണ്. അപ്പൊ സ്വാമിയെ എന്ന് വിളിക്കുമ്പോൾ ഈ സ്വാമി ഈ ലോകമെമ്പാടുമുള്ള ആത്മസ്വരൂപമാണ് ഈ സ്വാമി. കാവേരി എന്ന് പറയുന്ന നദീതീരത്ത് ഈ തമിഴ്നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു സ്കന്ദപുരാണത്തില് അതിലുള്ള അസുരഖണ്ഡം എന്ന് പറയുന്ന അസുരന്മാരെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഖണ്ഡത്തില് അവിടെ ഈ ദേവന്മാരെല്ലാവരും അസുരന്മാരാൽ ആക്രമിക്കപ്പെട്ട് ദേവേന്ദ്രൻ ഒളിച്ചോടി വാസ്തവത്തിൽ എവിടെയോ ഒളിവിലായിരിക്കുന്ന സന്ദർഭത്തിൽ ദേവേന്ദ്രഭക്തിയായിരിക്കുന്ന ശജി എന്ന് പറയുന്ന ദേവേന്ദ്രഭക്തിയെ അജാമുഖി എന്ന് പറയുന്ന ശൂരപത്മാസുരന്റെ പെങ്ങൾ ആക്രമിക്കാൻ ചെന്നപ്പോൾ ആ ആക്രമണത്തിൽ നിന്ന് ഈ പറയുന്ന ദേവേന്ദ്രഭക്തിയെ രക്ഷിച്ചുകൊണ്ട് ഇവളെ വിരൂപ ആക്കിയവൻ ശാസ്ത. എവിടെയാണത്? കാവേരി നദീതീരത്ത്. അങ്ങനെ കാവേരി നദീതീരം തമിഴ്നാട്ടില് അവിടെ കണ്ട മണികണ്ഠൻ വളർന്നു വലുതായി പെട്ടെന്ന് ഈ പറയുന്ന അജാമുഖി എന്ന് പറയുന്ന ഒരു രാക്ഷസ സ്ത്രീയെ, ശചീദേവിയെ ഇങ്ങനെ ആക്രമിക്കുന്നവളെ ഇവിടെ ശൂർപ്പണഖയെ ലക്ഷ്മണകുമാരൻ എങ്ങനെയാണോ മോക്കും മലയും എല്ലാം തന്നെ എത്തിക്കളഞ്ഞ് വിരൂപയാക്കിയത്, അതേപോലെ വിരൂപയാക്കുന്ന രംഗം അവിടെ സ്കന്ദപുരാണത്തിലെ ശാസ്താവിന്റെ കഥയിൽ കാണാം. ഇവിടെ വന്നപ്പോൾ പമ്പാതീരമായി. പമ്പാതീരത്ത് കിടക്കുന്നൊരു മണികണ്ഠനെ കണ്ടു. കണ്ടത്തിൽ വഴിയുള്ളവനെ ഇങ്ങനെ പിടിച്ചു ഈ പറയുന്ന രീതിയിൽ കൊണ്ടുപോയി ഈ പറയുന്ന പന്തളത്തെ രാജാവ് വളർത്തി. ഒരു കാലം വരെ വളർത്തി പിന്നാലെ കാട് പോകി. വേണ്ട, നിങ്ങളുമായിട്ടുള്ള സഹവർത്തിത്വവും വേണ്ട, നിങ്ങൾ മനുഷ്യന് വൃത്തികെട്ടവന്മാര്, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന മണികണ്ഠനെയും നമ്മളിവിടെ കണ്ടില്ലേ. കാട്ടിൽ പോയി അവിടെ കുത്തിയിരുന്നോളാം, നിങ്ങളുമായിട്ട് സഹവാസവും വേണ്ട എന്നെല്ലാം തന്നെ പറഞ്ഞു പോയ അയ്യപ്പന്റെ സന്നിധിയിലേക്കല്ലേ നമ്മളിപ്പോ പടച്ചു കയറുന്നത്. ചിലർ തലയിൽ അതും ഇതുമെല്ലാം തന്നെ വച്ച് കെട്ടിക്കൊണ്ട്. കാരണം എന്താ? അവരെല്ലാം തന്നെ വാസ്തവത്തിൽ ആധുനിക ലോകത്തെ ഈ പരിവർത്തകന്മാരാണ്. അതുകൊണ്ട് പലതും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇരുമുടിക്കെട്ടൊന്നുമല്ല, വേറെ പലതും വെച്ച് കെട്ടിക്കൊണ്ട് കയറാൻ നോക്കും. അവിടെ തമ്മിൽ തന്നെ തല ഉന്തും തള്ളും ബഹളമൊക്കെ. അപ്പൊ അവിടെയെല്ലാം തന്നെ വാസ്തവത്തിൽ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ അയ്യപ്പൻ തന്നെ അവിടെയൊന്ന് ഇവിടെയൊന്ന് ശാസ്താവ് വേറൊന്ന്, അതിൽ തന്നെ പലതരം ഭാര്യ ഉള്ളത് ഭാര്യ ഇല്ലാത്തതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ മന്ത്രം ശ്രേഷ്ഠം. സ്വാമിയേ ശരണം അയ്യപ്പ. സ്വാമിയേ എന്ന് പറയുന്ന മൂന്നക്ഷരവും ശരണം എന്ന് പറയുന്ന മൂന്നക്ഷരവും അയ്യപ്പ എന്ന് പറയുന്ന മൂന്നക്ഷരവും കൂടുമ്പോൾ 9 എന്ന് പറയുന്ന നവാക്ഷരി, 9 എന്ന് പറയുന്ന അക്ഷരങ്ങളിൽ ഈ പറയുന്ന സംഖ്യകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. 9 കഴിഞ്ഞാൽ 10, പിന്നെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പോരാണ്. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ ഏത്? 9. അപ്പൊ ഈ നവാക്ഷരി മന്ത്രം എന്ന് പറയുന്ന പല പല നവാക്ഷരി മന്ത്രങ്ങളുള്ള കൂട്ടത്തില് ശക്തമായിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ നവാക്ഷരി മന്ത്രം സ്വാമിയേ എന്റെ ഉള്ളിൽ കൂടി കൊള്ളുന്നാലയോ അയ്യപ്പ. അയ്യപ്പൻ നിന്റെ അകത്തും അയ്യപ്പൻ എന്റെ അകത്തും എല്ലായിടത്തുമുള്ള ഈ അയ്യപ്പനെ കണ്ടുകൊണ്ടാണ് സ്വാമിയേ എന്നിങ്ങനെ വിളിക്കുക. സ്വാമിയെ വിളിച്ചുകൊണ്ട് നമ്മൾ അവിടെ അങ്ങോട്ട് പോകുമ്പോഴും അവിടെ മാത്രമല്ല സ്വാമി ഇവിടെയുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, എല്ലായിടത്തും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വിളങ്ങി നിൽക്കുന്ന ആ ഈശ്വര സ്വരൂപത്തെയാണ് നാം വിളിക്കുന്നത് എന്നുള്ള മട്ടിലൊന്ന് വിളിച്ചു തരട്ടെ. ഉറക്കം പോകാനാ. ഇത് കഴിഞ്ഞ് പ്രസാദം കൂട്ടിയില്ലേ? അതുണ്ട്. അപ്പൊ കുറച്ചുകൂടി കഴിയുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടി വരും അല്ലേ? സ്വാമിയേ ഒരു ബലമില്ല, ജീവനില്ല എന്ന് ശരണമയ്യപ്പ ഇങ്ങനെ പറഞ്ഞു. സ്വാമിയേ സ്വാമിയേ അവിടെ അയ്യപ്പൻ എന്നൊരു പ്രയോഗം വന്നു. 5ന്റെ അപ്പൻ എന്ന് ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. 5ന്റെ അപ്പൻ എന്താ? 5 എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും. ഈ 5ആയിട്ട് കിടക്കുന്ന ഭൂതങ്ങളെയെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഭൂതഗണാധിപൻ എന്ന് പറയുന്ന രീതിയിൽ ഗണപതിയെയും അങ്ങനെ തന്നെ പറയുക. അപ്പൊ എല്ലാ തരത്തിലും പഞ്ചഭൂതങ്ങളെയെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് അതിന്റെ കസ്റ്റോഡിയൻ, അതിൻ്റെതായുള്ള കൺട്രോളർ, ആ രീതിയിൽ ഇരിക്കുന്നവൻ അയ്യപ്പൻ. ആ അയ്യപ്പൻ എന്ന് പറയുന്ന ഈശ്വരന്റെ സ്വരൂപത്തെ ഇങ്ങനെ വിളിക്കുകയാണ്, ശരണം വിളിക്കുകയാണ്. എന്താ ശരണം? ശരണം എന്ന് പറയുന്നത് ശരണാഗതി പോകുക, സറണ്ടർ ചെയ്യുക. ഈ ശരണം എന്നുള്ളൊരു വാക്കുള്ളത് കൊണ്ടും അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രം പണ്ട് ഏതായാലും ബുദ്ധമതക്കാരുടേതായിരുന്നു എന്നും ഇങ്ങനെ ഇടക്കാലത്ത് പല പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ബുദ്ധമത ക്ഷേത്രം, കല്ലിൽ ക്ഷേത്രം,
ബുദ്ധമത ക്ഷേത്രമായിരുന്നു എന്നുള്ള വ്യാഖ്യാനം നിങ്ങൾ കേട്ടിട്ടില്ലേ? കല്ലില് ഗുഹാക്ഷേത്രങ്ങളെല്ലാം തന്നെ അവരുടെയാണ്. അതേ രീതിയിൽ അവരെയൊക്കെ ആട്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ ഏതായാലും ക്ഷേത്രം ഉണ്ടാക്കി എന്നുള്ള അത്തരത്തിൽ കഥകളും പ്രചരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും ശരണം എന്ന് പറയുന്ന ഒരു വാക്കുള്ളത് കൊണ്ട് അത് വാസ്തവത്തിൽ ബുദ്ധമത ഭിക്ഷുക്കളുടെ ശരണം വിളിയാണെന്ന് പറയും. അത് തെറ്റിദ്ധാരണ വളർത്തുന്ന ഒന്നാണ്. ശരണം എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രങ്ങളിലുണ്ട്. അന്യതാ ശരണം നാസ്തി എന്ന് ജപിക്കാറില്ലേ? അന്യതാ ശരണം നാസ്തി തമേവാ ശരണം മമ തസ്മത് കാരുണ്യഭാവേന രക്ഷ രക്ഷ എന്ന് പറയാറില്ലേ? ദുർഗയുടെ ഏറ്റവും ബലപ്പെട്ട വളരെ ഏറെ പ്രാധാന്യം അറിയിക്കുന്ന മന്ത്രമാണ് ദ്വാദശാക്ഷരി ദുർഗാം ദേവി ശരണമഹം പ്രപത്തി എന്ന. ദുർഗാം ദേവി ശരണം അഹം പ്രപത്തി. അപ്പൊ ശരണം ബുദ്ധമതക്കാരനെ മാത്രം എന്നെങ്ങനെ പറയാൻ പറ്റും? അപ്പൊ അതെല്ലാം തന്നെ ദുർവ്യാഖ്യാനങ്ങളോ അത്തരത്തിൽ ഇടക്കാലത്തുണ്ടായ കെട്ടുകഥകൾ എന്തുമാകട്ടെ, നമുക്കത് നോക്കണ്ട. ശരണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സറണ്ടർ. വേറെ ആരെയും ആശ്രയിക്കാനില്ല നിന്നെ വിട്ടിട്ട് എന്നുള്ള മട്ടിൽ അങ്ങനെ ശരണം പ്രാപിക്കുന്ന രീതിയിലാണ് അയ്യപ്പന്റെ നേർക്ക് പഞ്ചഭൂതങ്ങളുടെ ഉടമസ്ഥനായ, പഞ്ചഭൂതങ്ങളുടെ കൺട്രോളർ, അതിന്റെ എല്ലാം തന്നെ നിയന്ത്രണം അതെല്ലാം തന്നെ ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാൻ ആ അയ്യപ്പ സ്വാമിയെ നമ്മൾ വിളിക്കുകയാണ്. സ്വാമിയെ ശരണം അയ്യപ്പ. അയ്യപ്പനായിട്ട് പുറത്ത്, അയ്യപ്പനായിട്ട് അകത്ത്. അയ്യപ്പനായിട്ട് അകത്ത് എന്ന് പറയുമ്പോൾ ആത്മഭാവത്തിലകത്ത്, ആത്മഭാവത്തിൽ എൻ്റെ അകത്ത് മാത്രമല്ല നിങ്ങളുടെ അകത്തും, അങ്ങനെ എല്ലാവരുടെയും അകത്തും, അകത്ത് മാത്രമല്ല പുറത്തും, അന്തർവ്യാപിയായിട്ടും ബഹിർവ്യാപിയായിട്ടും അകത്തായിട്ടും പുറത്തായിട്ടും എല്ലായിടത്തും ഇങ്ങനെ വ്യാപിക്കുകയും ചെയ്യുന്ന ഈശ്വരനെ നമ്മൾ എന്ത് വിളിച്ചു? അയ്യപ്പ. ശരണവും വിളിച്ചു. ഒന്നുകൂടി വിളിച്ചാലോ? സ്വാമിയേ. ഇത്തരത്തിൽ നമ്മൾ ഈ ശരണം വിളിക്കുകയും അയ്യപ്പൻ എന്നുള്ള പേര് കൊണ്ടുവന്നിട്ട് അഞ്ചിന്റെ അപ്പൻ എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ നല്ലൊരു മന്ത്രം. ഏതായാലും പെരുമ്പാവൂരുകാർക്ക് ഒരു വിഷുവിന്റെ കൈനീട്ടൊന്നും പറയാറായിട്ടില്ലെങ്കിൽ തന്നെ വിഷു കൈനീട്ടം പോലെ ഒരു മന്ത്രം നിങ്ങൾ ജപിച്ച് ശീലിക്കേണ്ടത് ഓം നമോ ഭഗവതേ ഭൂതനാഥായ. നല്ലൊരു ദ്വാദശാക്ഷരിയാണ്. 12 അക്ഷരമുള്ള ശ്രേഷ്ഠമായിട്ടുള്ളൊരു മന്ത്രം ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഭൂതനാഥൻ എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾക്ക് നാഥനായിട്ടുള്ളവൻ. ഭൂതനാഥ വിജയം നിങ്ങൾ കേട്ടാണ്. കഥകളിയുമുണ്ട്, അതുപോലെ കൃതികളുമുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും ഭൂതനാഥനായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന അയ്യപ്പനാണ്. അപ്പൊ അയ്യപ്പനെ നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ടൊരു മന്ത്രം ദ്വാദശാക്ഷരി ഓം നമോ ഭഗവതേ ഭൂതനാഥായ. നല്ല ദിവസമാണെന്ന്, നല്ലൊരു ദിവസമായതുകൊണ്ട് നമുക്ക് ഇന്നത് ജപിച്ചു തുടങ്ങാം. ഇവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പ്രത്യേകിച്ചും പെരുമ്പാവൂര് നമ്മളതിൻ്റെ ഇനിഷ്യേഷൻ, ദീക്ഷ ഇതെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ജപിച്ചു തുടങ്ങാൻ. ചൊല്ലിത്തരം ഒരു 3 പ്രാവശ്യം ഒച്ചത്തിൽ ജപിക്കണം. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. മന്ത്രതന്ത്ര സാഹിത്യത്തില് ഈ പറയുന്ന മന്ത്രങ്ങൾ സ്വാമിയെ ശരണമയ്യപ്പ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ ഭൂതനാഥായ ഇതെല്ലാം തന്നെ വിട്ടിട്ട് ഈ മാന്ത്രിക വിഷയം അല്ലെങ്കിൽ ഈ പറയുന്ന തന്ത്രിമാരും സാധ്യമാരും ഒക്കെ അവരുപയോഗിക്കുന്ന ഓം ഹ്രോം നമപരായ ഗോത്രേ ജപിക്കേശി പാടുണ്ടല്ലേ? ഓം ഹ്രൂം ഹ്രൂം. ഈ പന്നി ഒരെണ്ണം ഒട്ടൊരു പ്രത്യേക ശബ്ദമാണ്. കാ കഴിഞ്ഞിട്ടുള്ള ഖ, അത് ഖ്ര, അത് ഖ്രൂ, അത് ഖ്രൂ. ഓം ഖ്രൂം നമ പരായ ഗോത്രേ. നിങ്ങളോടൊരു ചോദ്യം. ഈ ഗോത്രേ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടില്ലേ? ഗോത്രേ അത് ലളിതാ സഹസ്രനാമത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗോത്രേ, ഗോത്രി ഗോവിന്ദരൂപിണി. നിങ്ങൾ ലളിതാ സഹസ്രനാമം വായിക്കാറില്ലേ? ഗോത്രി ഗോവിന്ദരൂപിണി പഞ്ചകൃത്യപരായണ. പഞ്ചകൃത്യപരായണ എന്നുള്ള മന്ത്രത്തിന് മുന്നോടിയായിട്ട് ഈ പഞ്ചബ്രഹ്മങ്ങളെയെല്ലാം തന്നെ കീർത്തിച്ചുകൊണ്ട് അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഈ ദേവിയെ ഗോപ്ത്രി എന്ന് പറഞ്ഞു. ഗോപ്ത്രി രക്ഷിക്കുന്നവൾ, ഗോപനം ചെയ്യുക, രക്ഷിക്കുക. ഗോപ്ത്രി, ഇവിടെ ഗോപ്ത്രേ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ പരമമായിരിക്കുന്ന, പരയായിരിക്കുന്ന, ശ്രേഷ്ഠമായിരിക്കുന്ന, ആത്യന്തിക ലക്ഷ്യസ്ഥാനമായിരിക്കുന്ന പരമാത്മാ ആ ഭാവത്തിലിരിക്കുന്ന അല്ലയോ ഈശ്വര. ഖ്രൂം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബീജാക്ഷരം. നീ വാസ്തവത്തിൽ എല്ലാ തരത്തിലും രക്ഷകനാണ്. ഓം നമ പരായ, ഓം ഖ്രൂം നമ പരായ ഗോത്രേ. അപ്പൊ ഇങ്ങനെയുള്ള 3 വ്യത്യസ്ത മന്ത്രങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഇവിടെയാണ് സത്യകൻ എന്ന് പറയുന്ന ഒരു മകൻ, ഇവിടെയാണ് ഈ പ്രഭ എന്ന് പറയുന്ന ഒരു ഭാര്യ. ഈ ധ്യാനത്തിലാണ് ഇനി അത്തരത്തിൽ 2 ഈ പറയുന്ന ഭാര്യമാരോടൊപ്പം ഉള്ള ദേവിയെയും അല്ലെങ്കിൽ ഈ ദേവനെയും ശാസ്താവിനെയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ശാസ്താവ് എന്നുള്ള പ്രയോഗത്തിലല്ലേ? അയ്യപ്പൻ അവിടെ നിൽക്കട്ടെ, ഓം നമോ ഭഗവതേ ഭൂതനാഥായ അതോ അവിടെ നിൽക്കട്ടെ,
ഓം ധ്രുവം നമഃപരായ ഗോത്രേ മൂന്നാമത്തെ മന്ത്രം, അവിടെയും നമ്മുടെ സംരക്ഷകനായിട്ടുള്ള ഈശ്വരനെ അതുമാണ് നിൽക്കട്ടെ. ഇദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന പേരെന്താ? ധർമ്മ ശാസ്ത്ര. ധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്ന രണ്ട് പദങ്ങളൊന്ന് പിരിച്ച് അതിലടങ്ങിയിരിക്കുന്ന സംഗതി ഒന്ന് മനസ്സിലാക്കിയാൽ, ശാസ്താവാകുന്നത് ശാസിക്കാൻ അധികാരം ഉണ്ടാകുമ്പോഴാണ്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസിക്കാൻ അധികാരമുള്ളത്. ഭാഗവതത്തിന്റെ തുടക്കത്തിൽ പ്രഥമസ്കന്ധത്തിൽ തന്നെ പരീക്ഷിച്ച് ജനിച്ച് ഏതായാലും പാണ്ഡവന്മാരെല്ലാവരും തന്നെ മഹാപ്രസ്ഥാനം അനുഷ്ഠിച്ചതിന് ശേഷം ഈ രാജ്യം ഭരിക്കാനുള്ള ചുമതലയേറ്റ ആ പരീക്ഷത്ത് കലിയെ ശാസിക്കുന്നുണ്ടല്ലേ. കലിയെ ശാസിച്ച് അതിന്റെ സ്ഥലങ്ങളെല്ലാം തന്നെ കലിക്ക് ഇരിക്കാൻ ഇരിപ്പിടം നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ശാസിക്കുന്ന സമയത്ത് പരീക്ഷത്തിനെ പറ്റി പറയുന്നത് ശാസ്ത എന്നാണ്, ശാസ്താവ്. അപ്പൊ ഈ ശാസ്താവ് എന്ന് പറയുന്നത് ശാസിക്കാൻ അധികാരമുള്ള ആ ഭാവത്തെയാണ് വാസ്തവത്തിൽ ഇവിടെ അയ്യപ്പസ്വാമിയായിട്ട് ശാസിക്കാൻ അധികാരം. നമ്മളെ എല്ലാവരെയും ശാസിച്ചുകൊണ്ട് നമ്മളെ നിലയ്ക്ക് നിർത്താനും നിലനിർത്താനും എല്ലാ തരത്തിലും നിയന്ത്രിക്കാനും തക്ക ശേഷിയുള്ളവൻ ശാസ്താവ്, ധർമ്മത്തിന്റെ ശാസ്താവ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ധരിച്ചത്. ധർമ്മം എന്നുള്ള വാക്ക് അതുണ്ടായത് ധരിക്കുക എന്ന് ധരിക്കുക. ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് ശരീരത്തിൽ ഇടുന്നത് ധരിക്കലാണ്, ഷർട്ട് ധരിക്കലാണ്, ഗർഭം ധരിക്കലാണ്, ഏതെങ്കിലും കാര്യം പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളുന്ന ധരിക്കലാണ്. അപ്പോൾ ധരിക്കുക എന്നുള്ള വാക്ക് ധാരണ, വളരെ ഭംഗിയായിട്ട് കൺസീവ് ചെയ്യുക. ഇംഗ്ലീഷുകാരന്റെ കൺസീവിന് ഇതെല്ലാം തന്നെ വന്നിട്ടുണ്ട്. കൺസീവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കൽ മാത്രമല്ല, ഗർഭം ധരിക്കലും ഒക്കെ കൺസീവ് എന്ന് പറയുന്ന വാക്കിൽ വരുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും ധരിക്കുക എന്നുള്ള പദത്തിൽ നിന്നാണ് ധർമ്മം ഉണ്ടായത്. വേദോക്തമായിട്ടുള്ള കർമ്മങ്ങളും അല്ലെങ്കിൽ ഈശ്വരനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ധാരണയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ അതെല്ലാം തന്നെ വ്യക്തമായിട്ട് ധരിക്കുമ്പോഴാണ് ധർമ്മം. ധർമ്മത്തെ പറ്റി ഈശ്വരൻ എന്ന് തന്നെ പറയാം. യഥോ ധർമ്മ തഥോ ജയ, അല്ലേ? യഥോ ധർമ്മസ്തോ ജയ. ഗാന്ധാരി പറഞ്ഞതാണ് ദുര്യോധനനോട്, ജയിച്ചു വരട്ടെ എന്ന് പറഞ്ഞില്ല. എവിടെയാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ ജയിക്കട്ടെ. ധർമ്മം ചര സത്യം വദ, ഇത് നമ്മളുടേതായിട്ടുള്ള മഹാവാക്യങ്ങൾ ആപ്തവാക്യങ്ങളിൽപ്പെട്ടതാണ്. ധർമ്മത്തിലൂടെ തന്നെ പോകണം, സത്യം മാത്രം പറയണം. അപ്പൊ ഇതിന്റെ ഈ സത്യവും ധർമ്മവും എല്ലാം തന്നെ വളരെ വിശകലനം ചെയ്യേണ്ട പദങ്ങളാണ്. നമ്മൾ വെറുതെ നിസ്സാരവൽക്കരിക്കേണ്ട ഒന്നല്ല ധർമ്മം. ധർമ്മമെല്ലാം തന്നെ ആപേക്ഷികമായിരിക്കാം, കാലാനുഗതമായിരിക്കാം, മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കാം. അങ്ങനെയുള്ള ധർമ്മം എന്ന് പറയുന്നത് ധരിച്ചതാണ്, നമ്മൾ സ്വീകരിച്ചതാണ്. ആ ധർമ്മം ഈശ്വരനാണ്. അതാധോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന പോലെ അതാധോ ധർമ്മജിജ്ഞാസ. നമ്മളിൽ രണ്ടിലും താല്പര്യം ഉണ്ടാകണം. എന്താ കാരണം? ധർമ്മം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് ധർമ്മം. നമ്മുടെ പെരുമ്പാവൂർ ധർമ്മശാസ്താവ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ധർമ്മം എന്താ? ബ്രഹ്മം. ആ ധർമ്മം എന്താ? ഞാൻ സ്വീകരിച്ചത്, ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനായത്, ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കേണ്ടത്, അങ്ങനെ ധരിച്ചത്, ഉൾക്കൊണ്ടത്, ഞാൻ വാസ്തവത്തിൽ സ്വീകരിച്ചത്. അങ്ങനെയുള്ള ധർമ്മത്തിന്റെ ശാസ്താവ്, ശാസിച്ചുകൊണ്ട് ധർമ്മത്തെയെല്ലാം തന്നെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ തക്ക യോഗ്യതയുള്ള ശാസ്താവാണ് ധർമ്മശാസ്താവ്. ധർമ്മത്തെ പറ്റി ഏകദേശം മനസ്സിലാക്കിയോ? 1 മണിക്കൂറോളം പ്രസംഗിക്കാനുള്ള വിഷയമാണ് ധർമ്മം. അതുപോലെ തന്നെ ശാസ്താവ്. ഇതെല്ലാം തന്നെ വ്യത്യസ്ത പദങ്ങളാണെങ്കിൽ തന്നെ കടുകടുത്ത പ്രയോഗങ്ങളാണ്. അതിനെപ്പറ്റി നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം എങ്ങനെ ഈ ശാസ്താവ് ഉണ്ടായി. ഒരു മാതൃഗർഭത്തിലേക്ക് കടക്കാതെ അതെല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. അയ്യപ്പനായാലും കാവേരി എന്ന് പറയുന്ന നദീതീരത്ത് അവിടെ ജനിച്ചു വീണ ആ കുട്ടിയായാലും ഇവിടുത്തെ കുട്ടിയായാലും അല്ലെങ്കിൽ ധർമ്മശാസ്താവിന്റെ കഥയായാലും ശാസ്താവിന്റെ ചരിത്രമായാലും ആ കഥകളെല്ലാം തന്നെ വരുന്നത് പാലാഴി മഥനത്തോടു കൂടിയാണ്, ഇല്ലേ? പാലാഴി മഥനം. ഈ പാലാഴി മഥനം എന്ന് പറയുന്നത് ജരാനരകൾ ബാധിച്ച ദേവന്മാരുടെ ജരാനരകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി പാലാഴിയെ കടഞ്ഞ് അമൃതമെടുക്കണമെന്നുള്ള വിഷ്ണുവിന്റെ വാക്ക് ശ്രദ്ധിച്ച് ദേവാസുരന്മാരെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് മതിച്ചപ്പോഴാണ് അതിൽ നിന്ന് ഈ അമൃതം ഉണ്ടായത്. അമൃതം, മൃതം അല്ലാത്തത് അമൃതം, മൃതം അല്ലാത്തത് മരിക്കാൻ ഇടവരുത്താത്തത്. അപ്പൊ മരിക്കുക എന്ന് പറഞ്ഞ ഇടികെട്ടൊരവസ്ഥയ്ക്ക് അറുതി വരുത്തുന്നത് അമൃതം. അമൃതം എന്ന് പറഞ്ഞ ആത്മാ. അമൃതത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരു കുപ്പിയിൽ കൊണ്ട് അടക്കാവുന്ന ഒരു ഔഷധമാണെന്ന് കരുതരുത്. അമൃതം എന്ന് പറഞ്ഞാൽ ആത്മാ. ജനിക്കാത്തതും മരിക്കാത്തതും അമൃതമാണ്. ഒരിക്കലും ജനിച്ചു പോയി കഴിഞ്ഞാൽ മരിക്കണം, അപ്പോൾ മൃതമാണ്. ജനിക്കാതിരുന്നാൽ മരിക്കണ്ട, അതാണ് അമൃതം. കേട്ടോ നിങ്ങളോ? ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം, അത് മൃതം. ജനിക്കാതിരുന്നാൽ മരിക്കണ്ട, അത് അമൃതം. അപ്പോൾ ജനിക്കുകയും മരിക്കുകയും വേണ്ട, അത് അമൃതം. പുനരാവൃത്തിയില്ലാത്തത് അപുനർഭവം എന്ന് പറയുന്ന ഒരവസ്ഥ, അത് അമൃതം. അതാണ് വാസ്തവത്തിൽ കടന്നെടുത്ത് പാലാഴിയിൽ നിന്ന്. പാലാഴിയിൽ ദേവാസുരന്മാർ, ഈ പറയുന്ന നന്മയും തിന്മയും എന്ന് പറയുന്ന 2 വിഭാഗക്കാര്, അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചേർന്നിട്ട് പാലാഴിയിൽ കടന്ന് അതിൽ നിന്ന് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ അമൃതത്തെയാണ് ദേവകൾ ഭുജിച്ചു അവരുടെ ജരാനരകൾ മാറിയെന്ന്. അവർ കാലാതീതരായി എന്ന് ഞാൻ അർത്ഥമുള്ളൂ.
ജനയും നരയും ബാധിക്കുക എന്നത് കാലത്തിന് അധീനരാകുക. അതിന് അധീനരാകുമ്പോൾ ജനയില്ല, നരയില്ല. കാലത്തിന് മറ്റും അധീനനാകാൻ എന്താ വിദ്യ? പാലാഴിമതനം. എന്താ പാലാഴിമതനം? ജപിക്കുക. എന്ത് ജപിക്കും? സ്വാമിയേ ശരണമയ്യപ്പ. അപ്പൊ സ്വാമിയേ ശരണമയ്യപ്പ ഇത്യാദി മന്ത്രങ്ങൾ വേണ്ട രീതിയിൽ ജപിച്ച് നമ്മൾ ഉരുക്കഴിച്ചുകൊണ്ട് അതിന്റെ സിദ്ധി നമ്മൾക്ക് കൈവശമാക്കുകയാണെങ്കിൽ നമുക്ക് ജരാന്തരങ്ങളില്ല, മരണമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കാതിരിക്കുമെന്നോ 200 വയസ്സ് വരെ ഇങ്ങനെ ഇരിക്കുമെന്നൊന്നും നിങ്ങൾ ധരിക്കരുത്. അതൊന്നുമല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ മരണമില്ലാത്ത ആത്മഭാവത്തെ മനസ്സിലാക്കും. കൊടുത്ത കിട്ടിയോ? ഇത് സനാതനധർമ്മം. നമ്മൾ ഒരിക്കലും ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് താലോലിച്ചുകൊണ്ട് നാറുന്ന ശരീരത്തിന് അമിതമായിരിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരല്ല. അത് സനാതനധർമ്മം. നമ്മൾ വാസ്തവത്തിൽ മരണത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് അതിനെ വകവയ്ക്കാതെ ജീവിച്ചു മുന്നോട്ട് പോയി ധർമ്മത്തെ സ്ഥിതി ചെയ്തുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരെ അത് സനാതനധർമ്മം. മോക്ഷം എന്ന് പറഞ്ഞത് അങ്ങ് ആകാശതലത്തിലേക്ക് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നതൊന്നുമല്ല. അത് സനാതനധർമ്മം. നമ്മൾ വാസ്തവത്തിൽ ആത്മഭാവം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അമൃതഭാവത്തെ ആർജിക്കലാണ് മോക്ഷം. എങ്ങനെ സാധിക്കും? മൃത്യോർമുക്ഷീയമാവത. എന്താ മൃത്യോർമുക്ഷീയമാവത? ഓം ത്രയംബകം യജാമഹേ സുഗന്ധി പുഷ്ടിവർദ്ധനം നിർവാരുകം യുവബന്ധനം മൃത്യോർമുക്ഷീയമാവതാൽ. അല്ലയോ പരമേശ്വര, അല്ലയോ ശിവപെരുമാളെ, നീ എന്റെ ശരീരത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടർത്തു. അതല്ലേ ഇതിന്റെ അർത്ഥം? എന്റെ ശരീരത്തിൽ നിന്ന് എന്നെ. അപ്പൊ ഞാൻ ശരീരമാണോ? ഒന്നുകൂടി ഉറപ്പിക്കൂ നിങ്ങൾ. എന്റെ ശരീരത്തിൽ നിന്ന് എന്നെ നിങ്ങൾ ഈ പറയുന്ന ഭഗവാനെ ഒന്ന് വിടർത്തു, ഒന്ന് മാറ്റിത്തരൂ. മാറ്റി തന്നിട്ട് വീണ്ടും ഒരു ശരീരത്തിൽ കയറാൻ ഇടവരുത്തരുതേ. നിങ്ങൾ ഇങ്ങനെ കുടിയേറി പാർത്ത ശരീരത്തിൽ നിങ്ങൾ ജനിച്ചു വന്നത്, നിങ്ങളെടുത്ത ശരീരം കൊണ്ടുവന്നത്, അതിന് ഉത്തരവാദിത്വം നിങ്ങളല്ലാതെ മറ്റാരും ആരുമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലയോ ഭഗവാനെ പരമേശ്വര, എൻ്റെ ഈ ഉള്ളിൽ നിന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടർത്തിയിട്ട് വേറെ ശരീരത്തിലേക്ക് പടച്ചു കയറാൻ ഇടവരുത്തരുത്. ഇതാണ് വാസ്തവത്തിൽ മൃത്യുഞ്ജയ മന്ത്രം. ജനിച്ചത് മതി, മരിച്ചത് മതി, ഇനി ഒരിക്കലും ജനിക്കാതിരിക്കുക എന്ന് പറയുന്ന അമൃതഭാവത്തിലേക്ക് എത്താൻ വേണ്ടി പാലാഴിയെ മതിച്ചു. അതിന്റെ ഫലമായിട്ട് അമൃതം കിട്ടി. അത് അസുരന്മാർ അപഹരിച്ചുകൊണ്ടുപോയി. അപ്പൊ മോഹിനി വേഷധാരിയായിട്ട് വിഷ്ണു ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട അത് തിരിച്ചു കൊണ്ടുവന്ന് ദേവന്മാർക്ക് കൊടുത്തു. ആ മോഹിനിയെ കണ്ടാൽ കൊള്ളാമെന്ന് ശങ്കരൻ പറഞ്ഞു എന്നാണ് കഥ. ഇതിലെ കഥ. അപ്പൊ ഈ ശങ്കരൻ എന്ന് പറയുന്ന കൈലാസനാഥൻ, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇദ്ദേഹം ഇരിക്കുന്നത് എവിടെയാണ്? നിങ്ങൾ കാശെല്ലാം ചെലവാക്കി ശരീരത്തെ വയ്ക്കാതെ രോഗത്തെയെല്ലാം തന്നെ ദൃഢവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ കൈലാസ യാത്രയ്ക്ക് മുതിരും. എന്നാലും നിങ്ങൾ കൈലാസത്തിൽ ചെല്ലുന്നില്ല. കൈലാസത്തിന്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ ഈ കാണുന്നില്ല ഈ പരമേശ്വരനെ. ആൾക്കാരിങ്ങനെ കെട്ടിച്ചോന്ന് ഇങ്ങനെ പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നും കാണാതെ തിരിച്ചു പോരും. ശരിക്കും ഈ കൈലാസനാഥൻ എന്ന് പറയുന്ന ആദിഗുരു കോയമ്പത്തൂരി എന്നാ കിട്ടുന്നു അല്ലേ? ആദിഗുരു, ആദിയോഗി അല്ലെ? നല്ല തിരുത്തരക്കൊക്കെ ഉണ്ട്. ചിലരൊക്കെ അവിടെ നെട്ടോട്ടോടും. അവിടെ ചെന്ന് ആർക്കൊക്കെ കിട്ടിയിട്ട് കുറച്ചിരിക്കും വേണ്ടിയിരുന്നു. അപ്പൊ എല്ലാ തരത്തിലും വാസ്തവത്തിൽ ഈ ശങ്കരൻ എന്ന് പറയുന്നത് ശങ്കരോദീതി ശങ്കര, ശാന്തിയെ സമാധാനം ഉണ്ടാക്കി തരുന്ന ശംഭു, അയാൾ വാസ്തവത്തിൽ അവിടെ ഇരിക്കുന്നു എന്നുള്ള സങ്കല്പം അതെല്ലാം തന്നെ മാറ്റിയിട്ട് തലയാണ് കൈലാസം എന്ന് കണ്ടാൽ, എന്റെ തലയാണ് എന്റെ കൈലാസം, അങ്ങോട്ടേക്കൊന്ന് കടക്കണമെന്ന് കണ്ടാൽ, ഈ തലയിലാണ് സർവ്വതും എന്ന് കണ്ടാൽ, അവിടെയുള്ള സർവ്വം സർവെല്ലാം കണ്ടായി എന്ന് പറയുന്ന സഹസ്രാത്മം, അവിടെയാണ് എല്ലാം കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കിയാൽ കൈലാസത്തെ തേടി വേറെ വഴിയിൽ കാശും ചെലവാക്കി ഇങ്ങനെ ഓടുവോ? യാതൊരു കാരണവശാലും ഓടില്ല. അതുകൊണ്ട് നമ്മൾ തലയിലേക്ക് തന്നെ കയറുക. അത് കൈലാസം. കൈലാസത്തിലെ ശങ്കരൻ. പണ്ട് ഷിർദീസായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഉദവ ശിഷ്യൻ, പ്രധാനപ്പെട്ട ശിഷ്യൻ കടന്നു വന്നപ്പോൾ അയാൾ അമൃതവാസ്തവത്തിൽ അനുവാദം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ത്രിവേണി സംഗമസ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും നമസ്കരിച്ചപ്പോൾ ഈ പറയുന്ന ഷിർദീസായിയുടെ പാദത്തിന് 2 പാദങ്ങളിലും തന്നെ നെറ്റിമുട്ടി അങ്ങനെ കിടന്നിട്ട് അയാൾ എഴുന്നേൽക്കുന്നില്ല. കുറെ നേരമായിട്ട് ഇങ്ങനെ എഴുന്നേക്കാതെ വന്നപ്പോൾ തട്ടി എഴുന്നേൽപ്പിച്ചപ്പോ ഇല്ല, ഞാൻ പോകുന്നില്ല ത്രിവേണി സംഗമത്തിലേക്ക്. അദ്ദേഹത്തിന്റെ ഈ ഷിർദീസായിയുടെ പാദങ്ങളിൽ ഇങ്ങനെ കളകളാരവം, തിരമാലകളെല്ലാം തന്നെ ഇങ്ങനെ ആരയിക്കുന്ന പോലെ ത്രിവേണി സംഗമമെല്ലാം തന്നെ എനിക്ക് അറിയാൻ സാധിച്ചു. അല്ലയോ ഭഗവാനെ, ഞാൻ എങ്ങും പോകുന്നില്ല എന്ന്. നിങ്ങളും എങ്ങും പോകാതിരിക്കുക. നിങ്ങൾ ഈ പറയുന്ന പെരുമ്പാവൂര് ധർമ്മശാസ്താവിനായിട്ട് നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഓടുക? ഇവിടത്തെയുള്ള ധർമ്മശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തന്നെ ശേഷിയില്ല എങ്കിൽ നിങ്ങൾ എവിടെ ചെന്നാലും അതിനെ മനസ്സിലാക്കാൻ കഴിയുമോ? എവിടെ പോയാലും ഒരു കാര്യമില്ല. അപ്പൊ എല്ലാ തരത്തിലും ഇവിടെ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം അത് വാസ്തവത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തന്നെ കൂടുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയുമില്ല ഈശ്വരൻ, ഇവിടെയുമില്ല ഈശ്വരൻ എന്ന് പറയുന്ന ഗതികേട് നിങ്ങൾക്കുണ്ടാകരുത്. ഒന്നുകൂടി കിടക്കാം. ഏതായാലും ഈ ശങ്കരൻ ഇങ്ങനെ മോഹിനി വേഷധാരിയായിരിക്കുന്ന ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ മോഹിനിയുടെ വേഷം കാണിച്ചു കൊടുത്തു. ഉടനെ ഭ്രമിച്ചു. അവർ തമ്മിൽ ആശ്ലേഷബദ്ധരായി. അവർ തമ്മിൽ പന്ത് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ പുരാണങ്ങളിൽ. പല പല കളികൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഈ ആൺവേഷം വാസ്തവത്തിൽ മറച്ചു വെച്ചുകൊണ്ടല്ലേ പെൺവേഷം കെട്ടിയത്. അങ്ങനെ പെൺവേഷം കെട്ടിയ മോഹനൻ മോഹിനിയായി. ആരായി? മോഹനൻ മോഹിനിയായി. മോഹനൻ എന്ന് പറയുന്ന വിഷ്ണു മോഹിനിയായി എന്നുള്ളത് കവിഞ്ഞ്
ഒരു സാരി എടുത്ത് കൊടുത്തു എന്നുള്ളതിൽ കവിഞ്ഞ് എന്ത് വ്യത്യാസമാണുള്ളത്? ശരീരപ്രകൃതത്തിന് മാറ്റമില്ല, അയാൾ ആണ് തന്നെ. അപ്പൊ പുരുഷൻ എന്ന് പറയുന്ന ഭാവത്തിന് വ്യത്യാസമില്ല. അങ്ങനെ വാസ്തവത്തിൽ അവർ തമ്മിൽ ആശ്ലേഷബദ്ധരായപ്പോ വാസ്തവത്തിൽ ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ അവഹേളിക്കുന്നത്, കളിയാക്കുന്നത്. ഇതിന്റെ പൊരുളിലേക്കൊന്ന് കടന്നുകൊണ്ട് നമുക്ക് പ്രഭാഷണം നിർത്താം. മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരിക്കലും ശങ്കരനെ അന്വേഷിച്ചുകൊണ്ട്, ഇവിടെ തൊട്ടടുത്ത് തന്നെ ശിവക്ഷേത്രമില്ലേ, നിങ്ങൾ ഈ കുറുമ്പടിയിലേക്ക് പോകുമ്പോൾ അതിസുന്ദരമായിട്ടൊരു ശിവക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ ഒരു ഭഗവതി ക്ഷേത്രം, പേര് കേട്ടൊരു ഭഗവതി ക്ഷേത്രം, ഇതെല്ലാം ഉണ്ട്, നമ്മുടെ അടുത്തെല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ശിവക്ഷേത്രത്തിൽ ചെന്നുകൊണ്ട് ശിവപെരുമാളിനെ സ്വാംശീകരിച്ചുകൊണ്ട് സാന്നിധ്യം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തല വികസിപ്പിച്ചെടുക്കുക, ഇതാണ് ലക്ഷ്യം. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ശ്രീകോവിൽ തലയാണ്. ശ്രീകോവിൽ തലയാണ് എന്നുള്ള തന്ത്രസാഹിത്യം അല്ലെങ്കിൽ തന്ത്രവും തച്ചുതന്ത്രവും എല്ലാം തന്നെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ശ്രീകോവിൽ തലയാണ്. അപ്പൊ ഇവിടെയും ധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിൽ തലയാണ്. അപ്പൊ ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിൽ തലയാണ് എങ്കിൽ ആ ഈശ്വരൻ എന്ന് പറയുന്ന പരമേശ്വരൻ ശിവപെരുമാൾ, കൈലാസനാഥൻ എന്ന് പറയുന്ന അദ്ദേഹവും ഇരിക്കേണ്ടത് എവിടെ? ഈ ശ്രീകോവിലല്ലാതെ വേറെ ശ്രീകോവിലാണോ? ശ്രീകോവിൽ തലയാണ്. അപ്പൊ ശ്രീകോവിൽ തലയാണ്. അടുത്ത വെലിവട്ടം തൻ മുഖം, പിന്നെ ഈ പറയുന്ന ചുറ്റുമേലും ചുറ്റമ്പളം കൈകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ നിർവചനം നമ്മൾ തന്ത്രസാഹിത്യത്തിൽ കാണുന്നുണ്ട്. ശരീരമാണ് ക്ഷേത്രം. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയാണ് ഉപയോഗിക്കേണ്ടത്. ശരീരത്തിന് സദൃശമായിട്ടാണല്ലോ ഈ ക്ഷേത്രം ഉണ്ടാക്കിയത്. ആ ക്ഷേത്രത്തെയല്ലേ നമ്മൾ ശരീരത്തെയും നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നത്. ഇതർ ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ വിധീയത എന്നല്ലേ അർജുനോട് കൃഷ്ണൻ പറഞ്ഞത്. അപ്പൊ ഈ ശരീരക്ഷേത്രമാണെങ്കിൽ ശരീരമാകുന്ന ക്ഷേത്രത്തിന് സദൃശമായി മറ്റൊരു ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ശ്രീകോവിൽ തലയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ടം, ഈ പറയുന്ന കഴുത്ത് സാക്ഷാൽ മണ്ഡപമാണ്. ചുറ്റുവയിലെന്ന ഈ ചുറ്റമ്പലം കൈകളാണെന്ന് വന്നു. ആദ്യ പരിവട്ടമാണ് മുഖമെന്ന് വന്നു. അങ്ങനെ ശരീരത്തിലെ അവയവങ്ങളും ഭാഗങ്ങളും തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിൽ കൂടി കൊള്ളുന്ന ഈശ്വരനെ പോലെ കൈലാസാധിപനായിരിക്കുന്ന ശിവനെ നമ്മുടെ തലയിൽ കണ്ടാൽ ശ്രദ്ധിച്ചോവോ, ശിവൻ തലയിലും. തലയിലിരിക്കുന്ന വിചാരത്തിന്റെ ഭാഗം ഒന്നുകൂടി, വിചാരം. തല എന്ന് പറയുന്ന വിചാരവും ഹൃദയം എന്ന് പറയുന്ന വികാരം, അത് ചിത്തം, അത് വാസുദേവന്റേത്. വാസുദേവൻ വിഷ്ണു. ചിത്തം എന്ന് പറയുന്ന പ്രദേശമാണ് അന്ധകരണം. അവിടെയാണ് ഈ പാലാഴി, അവിടെയാണ് മതിച്ചത്. അപ്പൊ ഈ മഥനം നടന്ന അന്ധകരണത്തിൽ അത് മനസ്സുകൊണ്ട് വാസ്തവത്തിൽ മനനം ചെയ്തുകൊണ്ട് ത്രാണനം നേടാനുള്ള മന്ത്രത്തിന്റെ ജപധ്യാനാദികളോ ഉപാസനയുമാണ് അവിടെ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു വ്യക്തി, മനസ്സിന്റെ ഉടമ, ചിത്തത്തിന്റെ അധിപൻ വാസുദേവൻ. ചിത്തത്തിന്റെ അധിപനായതുകൊണ്ട് മോഹിപ്പിക്കുന്നവൻ മോഹിനി, മോഹനൻ, ആണും പെണ്ണുമായിട്ട് മാറി മറിഞ്ഞൊക്കെ വരും. അപ്പൊ എല്ലാ തരത്തിലും മോഹിക്കുന്നത് ഈ ചിത്തം കൊണ്ടാണ്, മനസ്സുകൊണ്ടാണ്. ആ മോഹത്തിന്റെ അധിപതിയായതുകൊണ്ട് മോഹിനി, മോഹനൻ എന്നുള്ള പേരൊക്കെ കൊടുത്തു. അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു എന്നേ ഉള്ളൂ. തലയിരുന്ന പതുക്കെ ഈ ഭഗവാൻ, ഈ ശിവപെരുമാൾ ഹൃദയത്തിലേക്ക് വന്നു. ഹൃദയം എന്ന് പറയുന്ന ഭക്തിയുടെ സാന്ദ്രമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഹൃദയം ഭക്തിയുടേത്. നിത്യചിത്തസ്ഥിതമേ എന്നെല്ലാം തന്നെ കൃഷ്ണനെ പറ്റി നാരായണീയത്തിൽ പറഞ്ഞ പോലെ നിത്യം ചിത്തസ്ഥിതമേ പവനപരപതേ കൃഷ്ണ എന്ന് പറയുന്നത് കൃഷ്ണൻ കൂടി കൊള്ളുന്ന ഈ ചിത്തത്തിന്റെ സ്ഥലത്തേക്ക് വന്നപ്പോ സുന്ദരിയായിരിക്കുന്ന മോഹിനിയെ കണ്ടു. മോഹിപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമായപ്പോൾ രണ്ടുപേരും കൂടി മോഹിച്ചു പോയി. നമ്മളും മോഹിക്കാറില്ലേ? അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ മോഹിച്ചു പോയപ്പോൾ വാസ്തവത്തിൽ ശിവന്റെ രേതസ് സ്കരിച്ചു എന്ന കഥ. മുരുകൻ ഉണ്ടായതും ഇങ്ങനെ തന്നെയാണ്. മുരുകന്റെ കഥയിലും ആ ശിവന്റെ രേതസ് സ്കരിച്ചതാണ് മുരുകൻ എന്ന് പറയും. ശുഖബ്രഹ്മം ഉണ്ടായത് വേദവ്യാസന്റെ ഈ പറയുന്ന രേതസ് സ്കരിച്ചാണ് അവിടെ പറയും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സർഗവിശേഷം, എല്ലാത്തിനെയും സൃഷ്ടിക്കാനുള്ള സ്ഥിതിവിശേഷം, അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിയപ്പോൾ അതൊരു ഈശ്വര രൂപം കൊണ്ടു, അല്ലെങ്കിൽ ഒരു മൂർത്തി രൂപത്തിലേക്കായി, ഒരു അവതാര സ്വരൂപമായി. അതാണ് അയ്യപ്പൻ. രണ്ടുപേർ തമ്മിൽ സഞ്ചരിച്ചു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്ന്. തലയും ഹൃദയവും തമ്മിൽ യോജിച്ചു എന്ന് കരുതിയാൽ മതി. തലയിലിരിക്കുന്ന ശിവപെരുമാൾ വിചാരത്തിൻ്റെതും അതുപോലെ ഹൃദയത്തിന്റെ ഉടമയായിരിക്കുന്ന വിഷ്ണു വാസുദേവനും അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ യോജിച്ചു എന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ രണ്ടുപേരും കൂടി യോജിക്കുമ്പോൾ ബുദ്ധിയും മനസ്സും തമ്മിൽ യോജിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, 4 കൂട്ടം കാര്യങ്ങളാണ്. ഈ മനസ്സ് എന്ന് പറയുന്നത് നമ്മളെ ചലിപ്പിക്കുന്നതും ചലിക്കുന്നതുമായിട്ടുള്ളത്, നമ്മളെ വികാരത്തിന് അധീനരാക്കിക്കൊണ്ട് നമ്മളെ കാടുകാരൻ പ്രേരിപ്പിക്കുന്നത്, അതെല്ലാം തന്നെ വിട്ടിട്ട് അത് ബുദ്ധിയുമായിട്ട് യോജിച്ചു. ബുദ്ധി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എല്ലാ തരത്തിലും ദൃഢമായിട്ടുള്ളത് ബുദ്ധി, ദൃഢം. മറ്റേ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചലനാത്മകമായിട്ടുള്ള മനസ്സും ദൃഢമായിരിക്കുന്ന ബുദ്ധിയും തമ്മിൽ യോജിച്ചപ്പോൾ കാട് കയറുന്നൊരവസ്ഥ ഇല്ലാതെയായി. അയാളുടെ പേരാണ് ശാസ്താവ്. ശാസ്താവ് ആരാ? നിങ്ങളിലും എന്നിലും എല്ലാവരിലും തന്നെ എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ശാസ്ത്രസങ്കല്പം. ശാസ്താവിനെ നമ്മൾ സങ്കല്പിക്കുന്നതും ശാസിക്കാനുള്ള ഒരു അധികാരം ഉണ്ടാവുന്നതും തലയുടെ വഴിക്ക് പോകാതെ മനസ്സ്
മനസ്സിന്റെ വഴിക്ക് പോകാതെ മനസ്സും തലയും ബുദ്ധിയും ഇത് രണ്ടും വാസ്തവത്തിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കൺവരജ് ഉണ്ടാകുന്ന അതെല്ലാം തന്നെ സമീകൃതമാകുന്ന, സമന്വയിക്കപ്പെടുന്ന, അല്ലെങ്കിൽ യോഗാവസ്ഥയിലാകുന്ന സമ്മേളിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഭ്രാന്ത് പിടിക്കില്ല. നിങ്ങൾക്ക് ശാസിക്കാൻ അധികാരം കിട്ടും, നിയന്ത്രിക്കാൻ അധികാരം കിട്ടും എന്ന് പിടുത്തം കിട്ടുന്നുണ്ടാവോ? അപ്പൊ നമ്മളെല്ലാവരും എങ്ങനെയാകണം? ശാസ്താവിനെ പോലെയാകണം. തലയിലിരിക്കുന്ന കൈലാസനാഥനെ ഇറക്കിക്കൊണ്ടുവരണം. നമശിവായ 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 നമശിവായ. താഴത്തെ ഹൃദയത്തിലിരിക്കുന്ന വിഷ്ണുവിനെ ഒന്ന് നാരായണായ ഒന്ന് നാരായണായ ജപിക്കണം. രണ്ടുപേരെ കൂടി ഒന്ന് യോജിപ്പിക്കണം. ഇത് ഒരു കോംപ്രമൈസിങ് സ്റ്റേജാണ്. അതുകൂടി നമുക്ക് ചിന്തിച്ചാൽ നിർത്താം. മറ്റൊന്നുമല്ല, നമ്മുടെ ഭാരതാംബയുടെ മാർഗത്തില് ഇവിടെ ഗുസ്തികൾ, കോലാഹലങ്ങൾ, ചോര ഒഴുക്കിക്കൊണ്ട് യുദ്ധങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ശൈവരും ശക്തിയന്മാരും അതുപോലെ വ്യാപാരികന്മാരും ഇതെല്ലാവരും വൈഷ്ണവരും ഒക്കെ തമ്മിൽ തല്ലി തലകീറിച്ചെത്ത ഒരു പ്രദേശമാണ് ഈ ഭാരതാംബ. അവരവരുടെ മതം കേമം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ മതഭ്രാന്ത് വളരെയേറെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ മാറ്റി എടുക്കാൻ വേണ്ടി ഋഷീശ്വരന്മാർ കിടന്ന് പരിശ്രമിച്ചപ്പോഴാണ് കോംപ്രമൈസ് ഉണ്ടായത്. എന്താ കോംപ്രമൈസ്? ഗീവ് ആൻഡ് ടേക്ക്, കൊടുക്കുക വാങ്ങുക, ആദാൻ പ്രദാൻ. അങ്ങനെ ആദാൻ പ്രദാൻ എന്ന് പറഞ്ഞ് കൊടുക്കൽ വാങ്ങൽ, അങ്ങനെ കൊടുത്തും വാങ്ങിയും തമ്മിൽ യോജിപ്പിച്ചുണ്ടാക്കിയപ്പോൾ തലയിൽ നിന്ന് ശിവനെ ഇറക്കി കൊണ്ടുവരുന്നു, ഹൃദയത്തിൽ നിന്ന് വിഷ്ണുവിനെ ഇറക്കി കൊണ്ടുപോകുന്നു. രണ്ടുപേരെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസായി. ആ കോംപ്രമൈസിന്റെ ഫലമാണ് ശാസ്ത. മറന്നുപോകും. നമുക്കൊന്നുകൂടി ജീവിച്ചാലോ? കോംപ്രമൈസ് ഇല്ലെങ്കിൽ ഭ്രാന്ത. നമ്മൾ പലപ്പോഴും ഇപ്പോൾ കോംപ്രമൈസ് ഇല്ലാത്തത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം അലങ്കോലപ്പെടുന്നു. അവിടെ ഈ കുടുംബങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ഇല്ലാത്തതുകൊണ്ട് ആകെ എല്ലാ തരത്തിലും അങ്ങേയറ്റം മോശമാകുന്ന സ്ഥിതിവിശേഷം. അപ്പൊ ഇതെല്ലാം തന്നെ മാറണമെങ്കിൽ കോംപ്രമൈസ്, അത് വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെങ്ങനെ സാധിക്കും? അല്ലെങ്കിൽ ഭഗവാനെ നമുക്കൊരു കോംപ്രമൈസ് മനം പൊരുത്തം സാധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നുകൂടി സ്വാമിയേ ഓം സംസനഗ്യുവസേ പ്രസന്നഗ്നേ വിശ്വാന്യജ്ഞായിളസ്പദേ സമിധ്യശേഷനാപശൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംഭോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനി സമാനം മനസ്സഗച്ഛിത്തമേഷം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷ ജഹോമി സമാനീവ ആഗോധി സമാന ഹൃദയാനി വാ സമാനമസ്തുവോ മനോ യഥാ വസു സഹാസതി. സമാനമാകട്ടെ. വിഷ്ണു അവിടെയും അല്ലെങ്കിൽ ശിവൻ അവിടെയും വിഷ്ണു ഇവിടെയും രണ്ടും രണ്ട് തലത്തിൽ ഇങ്ങനെ ഇരിക്കാതെ രണ്ട് തലത്തിലാകാതെ രണ്ടിനെയും തമ്മിൽ യോജിപ്പിച്ച് ഒരു പൊരുത്തപ്പെടുത്തൽ, അതാണ് സംവാദ സൂക്തം. ഋഗ്വേദത്തിലെ ഒടുവിലത്തെ സൂക്തമാണ് ജപിച്ചത്. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ഋഗുകൾ അനവധിയുള്ളത്, പല പല മന്ത്രവിഭാഗങ്ങളുള്ളത്, പല പല സ്തോത്രാദികളും അല്ലെങ്കിൽ യാഗ സമ്പ്രദായങ്ങളും എല്ലാം തന്നെ കടന്നു വന്നത്. അതിന്റെ ഒടുവിൽ പ്രാർത്ഥിക്കുന്നത് എന്താ? നമുക്ക് ഒന്നാകാം, നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാം. സമാനീവാകോതി സമാന ഹൃദയാനിവ സമാനമസ്തുവോ മനോ യഥാവസ്തു സഹാസതി. നമ്മുടെ എല്ലാ ചിന്താഗതികളും സമാനമാകട്ടെ. അങ്ങനെ സമാനമാക്കപ്പെട്ട സമത്വമാക്കപ്പെട്ട യോഗാവസ്ഥയെ പ്രാപിച്ച ശിവനും വിഷ്ണുവും തമ്മിൽ യോജിച്ച് ആ യോഗാവസ്ഥയുടെ പ്രതീകമാണ് ഈ അയ്യപ്പസ്വാമി അല്ലെങ്കിൽ ധർമ്മശാസ്താവ്. അതുകൊണ്ട് അദ്ദേഹം ചിന്മുദ്ര പിടിച്ചു. ചിന്മുദ്ര, ജ്ഞാനമുദ്ര, ഇതും പിടിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇത് മൂക്കിപ്പൊടി വലിക്കാൻ വേണ്ടി ഇരിക്കുന്നു എന്ന് പറഞ്ഞ ബന്ധക്കോസ്തക്കാര് ഒരു കാലഘട്ടത്തില് അവിടെ പമ്പയിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ സത്യാനന്ദ സരസ്വതിയെ പോലുള്ളവര് കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് പല തലത്തിലുള്ള തരങ്ങൾ, പല സംഗതികൾ ഇങ്ങനെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. മൂക്കിപ്പൊടി വലിക്കാൻ ഇരിക്കുകയാണ് പോലും. കണ്ടോ നിങ്ങൾ? ഇത് മുദ്ര, ചിന്മുദ്ര എന്ന ജ്ഞാനമുദ്ര എന്നയോ മുദ്രാഖ്യമുദ്ര എന്നും എല്ലാം തന്നെ പറയുന്ന തള്ളവരിലും ചൂണ്ടാടുകളിലും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് അത് നീയാണ് എന്ന് പറഞ്ഞ തത്വമസിയുടെ വ്യാഖ്യാനമാണിത്. തത്വമസി വ്യാഖ്യാനിച്ചേരുന്നതാണ് ഈ മുദ്ര. ഇവിടെ മൂന്നെണ്ണം ത്രിമൂർത്തികളായാലും ആ എന്ന് പറയുന്ന ആ മാത്രകളായാലും അല്ലെങ്കിൽ സാത്വികരായ സതാമസ ഗുണങ്ങളായാലും അതിനെ മൂടിനെയും മാറ്റി നിർത്തിക്കൊണ്ടോ അതിനെ എല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ടോ ഉണ്ടാകുന്ന ഓങ്കാരത്തിലൂടെ നമ്മൾ സാധിക്കുന്ന ബ്രഹ്മപദവി ഈശ്വരനുമായിട്ട് യോജിക്കുന്ന രീതി, അതിനുള്ള മുദ്ര പിടിച്ചുകൊണ്ടിരിക്കുന്ന യോഗ ആരൂഢനായിരിക്കുന്ന ശാസ്താവ് മറ്റാരുമല്ല, ബ്രഹ്മ വിഷ്ണു എന്ന് പറയുന്ന രണ്ട് സങ്കല്പങ്ങളുടെ സംയോജിത ഭാവമാണ്. മറന്നു പോകുമോ? ആ രീതിയിൽ ഒന്നുകൂടി ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. ഓം നമോ ഭഗവതേ ഭൂതനാഥായ. വർഷങ്ങളേറെയായി കാലടി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് 70-71 കാലഘട്ടത്തിൽ 7 ആനയെ എഴുന്നള്ളിക്കും. അതിൻ്റെ മുമ്പിൽ 7 മംഗളക്കാരുണ്ടാവും.
14 തിമലക്കാരുണ്ടാവും, പേര് കേട്ട 2 ഇടയ്ക്കാരുണ്ടാവും. ആ മേളമെല്ലാം തന്നെ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി കാലടിയിൽ നിന്ന് ഇവിടെ വന്ന് ഇതെല്ലാം തന്നെ കണ്ടത് ഓർക്കുന്നുണ്ട്. നാദസ്വരം 7 തകില് വെച്ചുള്ള നാദസ്വരവും മറ്റും ഒന്ന് കേട്ടിട്ടുണ്ട്. കലാമണ്ഡലം പത്മനാഭൻ നായരുടെ കാട്ടാളനും അതുപോലെ കലാമണ്ഡലം ഗോപിയാശന്റെ ബാഹുലേയനും ഈ പറയുന്ന ആ കറുത്ത നളനും ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് ഇവിടെ ഈ പറയുന്ന ആ വേദിയിൽ പല പല രംഗങ്ങൾ അനുഭവിച്ച ആ പൂർവ്വകാലവും ഞാനിങ്ങനെ ഓർക്കുകയാണ്. ശബരിമല ധർമ്മശാസ്താവിന് സദൃശം നമുക്ക് ഉപാസിക്കാനായിട്ട് ഇട്ടുകിട്ടിയിരിക്കുന്ന വരുമ്പോൾ ധർമ്മശാസ്താവ് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ നിങ്ങൾ ഉപാസിക്കുക. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ യാതൊന്നും ആവശ്യപ്പെടാതെ സാരവത്തായിട്ടുള്ള ഗൗരവമേറിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ അഭ്യർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ആരെയെന്ന് വ്യക്തമാക്കി തരണമെന്നുള്ള പ്രാർത്ഥനയല്ലാതെ അങ്ങനെ ചപ്പും ചവറുമെല്ലാം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അതുവിധം വേണമെന്ന് പറയുന്ന കൊച്ചുകുട്ടികളുടെ പ്രവണത അതൊട്ടും വേണ്ട എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് വാസ്തവത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഏതായാലും ഉച്ചഭക്ഷണത്തിന്റെ സമയമായി പ്രസാദ ഊട്ട് എന്ന് പറയുന്ന ആ സന്ദർഭത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് സ്വാമിയെ വിളിച്ചുകൊണ്ട് നിർത്താം. വളരെയേറെ ശക്തമായിട്ടുള്ള ഈ ഭാവം, സ്വാമിയുടെ ഭാവം, തൻ്റെ ആത്മഭാവം, തന്നിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വരഭാവം, ആ സ്വരൂപം അത് നേടലാണ് സാരൂപ്യമുക്തി, അത് കാണലാണ് സാലോക്യമുക്തി, അതിൻ്റെ അടുത്തുകൂടലാണ് സാലോക്യം എന്ന് പറയുന്ന പോലെ സാമീപ്യം എന്ന് പറയുന്ന മുക്തി, ഇഴുകിച്ചേരലാണ് സായുജ്യമുക്തി, കേവലമായിരിക്കുന്ന അവസ്ഥയെ സ്വീകരിക്കലാണ് കൈവല്യം. 5 പറഞ്ഞില്ലേ? സാമീപ്യം, സാലോക്യം, സാരൂപ്യം, സായുജ്യം, കൈവല്യം. അപ്പൊ ഇത്തരത്തിലുള്ള മുക്തിപദങ്ങളെല്ലാം തന്നെ അലങ്കരിക്കാൻ നമ്മുടെ ഇഷ്ടദേവതയായിരിക്കുന്ന പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി 3 പ്രാവശ്യം സ്വാമിയെ വിളിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാഷണയോട് നിർത്താം. ഏതായാലും നിങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ നല്ലപോലെ ചിന്തിക്കുക. ചിന്തിച്ച് നിങ്ങൾ എത്തിച്ചേരുക യഥാർത്ഥമായിട്ടുള്ള തലത്തിലേക്ക്. ആ യഥാർത്ഥമായിട്ടുള്ള തലത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സനാതനത്വം. ആത്മഭാവം വിട്ടിട്ട് ശാരീരിക ഭാവത്തെ തിരിച്ച് പ്രാപഞ്ചികമായിട്ടുള്ള സുഖഭോഗങ്ങളുടെ പിന്നാലെ പരക്കം പായാതെ ആധ്യാത്മികമായിട്ട് ഉണർന്ന് ഉയരുന്നത് വാസ്തവത്തിൽ ഇന്ന് കാണുന്ന ആധ്യാത്മികതയല്ല എന്നും ചപ്പും ചവറുമെല്ലാം തന്നെ മനുഷ്യരെ പറഞ്ഞ് പറ്റിക്കുന്ന രീതിയിലുള്ളതൊന്നും ആധ്യാത്മികതയല്ല എന്നും ആധ്യാത്മികത എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തമായിരിക്കുന്ന ഒരു പ്രത്യേക മാനസിക സ്ഥിതി, അതിൽ നിന്ന് വളർന്നു വരേണ്ടതാണെന്നും മനസ്സിലാവും. മനസ്സും ആത്മാവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എഴുത്തച്ഛൻ പാടിയിട്ടുണ്ട്. ഗുണകാമാത്മാവിനെ മാനസം എന്ന ചൊല്ലുവോ, ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ. നിങ്ങളുടെ മനസ്സിൽ വാസ്തവത്തിൽ കടന്നു കയറിയിരിക്കുന്ന സാത്വിക രാജസതാമസ ആ ചിന്താഗതികൾ ഗുണങ്ങളെല്ലാം തന്നെ വിട്ടുപോയാൽ അത് തന്നെയാണ് ആത്മാവ്. അല്ലാതെ ആത്മാവെന്ന് പറഞ്ഞ് വേറൊന്ന് അതിനെ പിടിച്ചു വലിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല. ആത്മാവെന്നും മനസ്സെന്നും പറയുന്നത് എങ്ങനെ യോജിപ്പിക്കാൻ ഏത് രീതിയിലാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയാണ് ഇദ്ദേഹത്തിന്റെ പ്രയോഗം. ഗുണകാമാത്മാവിനെ മാനസം എന്ന് ചൊല്ലൂ, ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ. ആ രീതിയിൽ ആത്മസ്വരൂപമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ അതാണ് ആധ്യാത്മിക വിദ്യ. ക്ഷേത്രം അതിൻ്റെ ഉപാധിയാണ്. ക്ഷേത്രം മഹാസാധകൻ. മരിക്കുന്നവർ ക്ഷേത്രത്തെ കെട്ടിപ്പിടിക്കുന്നത് ഒന്നും ഭൂഷണമല്ല. നമ്മൾ അവസാനമാകും തോറും ഇതെല്ലാം തന്നെ ഉപേക്ഷിച്ച് തന്നിൽ തന്നെ കുടികൊള്ളുന്ന ശാസ്ത്ര സങ്കല്പത്തെ, ഈശ്വര സങ്കല്പത്തെ, ആത്മഭാവത്തെ അത് ആർജിക്കലാണ് മനുഷ്യന്റെ ലക്ഷ്യം. അപ്പോഴേക്കും സമ്പൂർണ്ണ സമർപ്പണം കൊണ്ട് നമ്മൾ ഇൻവോൾവ് ആയിട്ട് ഇവോൾവ് ആകുക. അങ്ങനെ പരിണാമം സംഭവിച്ചിട്ട് ഒരു മനുഷ്യൻ അവന്റെ രൂപത്തെ സ്വീകരിച്ച് ആ രൂപത്തിലൂടെ കിട്ടേണ്ടതായിട്ടുള്ള ആ സായുജ്യ പദവി അഥവാ ഈ മോക്ഷം എന്ന് പറയുന്ന മുക്തി എന്ന് പറയുന്ന ശരീരത്തിൽ നിന്ന് കെട്ടുപണഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള മോചനം നേടുമ്പോൾ ഞാൻ ആരെ എന്നുള്ള ബോധ്യത്തോടുകൂടി പോകൽ, ഇതാണ് ആധ്യാത്മിക വിദ്യ. അല്ലാതെ അവിടെയും ഇവിടെയും കിടന്ന് ഓടുക, ഒരു വഴിപാട് കഴിക്കുക, കുറെ കണ്ണി കണ്ട ചപ്പും ചവറുമെല്ലാം ആ പൂജ ഈ പൂജ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുക, എന്നിട്ട് യാതൊരു ഗുണവും കിട്ടാതെ ഈശ്വരത്വത്തിലേക്ക് വരിക. കാരണം എന്താ? ഇതിനെല്ലാം പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും അവന്റെ മാനസിക സ്ഥിതിയുമെല്ലാം തന്നെ ഇവിടെ വാസ്തവത്തിൽ ആപേക്ഷികമാണ്. ഇതെല്ലാം തന്നെ അപേക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കൂടുതൽ ഹൈന്ദവ സമ്പ്രദായത്തിലെ സനാതന മാർഗത്തിലെ ആധ്യാത്മിക വിദ്യയിലെ എന്താണ് വിദ്യ എന്നുള്ളത് വ്യക്തമായിട്ടും ധരിക്കാനായിട്ട് ശാസ്താവിനോട് അനുവാദം വാങ്ങുക, അനുജ്ഞ വാങ്ങുക, അനുഗ്രഹം തേടുക. എന്നിട്ട് നമ്മൾ തത്വമസ്യാദി ഭാവാക്യങ്ങളിലൂടെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ നോക്കുക. എല്ലാ തരത്തിലും NSS പ്രസ്ഥാനം 6600 സങ്കേതങ്ങളിലെല്ലാം തന്നെ ആധ്യാത്മിക വിദ്യ പഠന കേന്ദ്രങ്ങൾ തുടങ്ങിയെങ്കിലും ഒന്നും തന്നെ പ്രാവർത്തികമാക്കാതെ വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും എങ്ങനെ നിലച്ചു കിടക്കുകയാണ്. അവിടെ വാസ്തവത്തിൽ സിലബസ് ഉണ്ടായിരുന്നത് തത്വമസ്യാദി മഹാവാക്യങ്ങളെ പറ്റിയുള്ള പഠനവും എഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാന പോലുള്ള കൃതികളും ഇതെല്ലാം തന്നെ പഠിക്കലും അങ്ങനെ വളർന്നു വരുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കലുമായിരുന്നു ലക്ഷ്യം. നമ്മൾ അതിനൊന്നും തൊഴിയുന്നില്ല. അത്തരത്തിൽ ഒരു മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ, അതിൽ പിന്തിരിഞ്ഞ് ഓടുന്നൊരവസ്ഥ, ഇതെല്ലാം തന്നെ മാറട്ടെ. മാറ്റാനായിട്ട് ഭഗവാൻ
അയ്യപ്പസ്വാമി അല്ലെങ്കിൽ നമ്മുടെ ധർമ്മശാസ്ത്ര പെരുമ്പാവൂർ ക്ഷേത്രത്തിൽ അധിവസിക്കുന്ന ചൈതന്യമൂർത്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒന്ന് ഉറക്കെ സ്വാമിയേ 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 അന്യഥാ ശരണം നാസ്തി തമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര രക്ഷ രക്ഷ മഹേശ്വരീ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യജ്ഞം സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സദാശിവായേതി സമർപ്പയാമി ജഗദംബികായേതി സമർപ്പയാമി സ്വസ്തി പ്രജഭ്യം പരിപാലയന്തം ന്യായേന മാർഗേണ മഹിം മഹീശരോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു സഖനോ ഭവതു സഖനോ ഭുനക്തു സഖവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. ഉത്സവ ആഘോഷങ്ങൾക്കും എല്ലാ തരത്തിലും ആശംസകൾ. വരാനിരിക്കുന്ന വിഷുദിനാശംസകൾ, ആ പുതുവർഷത്തിനും ആശംസകൾ. ഏതായാലും ഈ പെരുമ്പാവൂർ നിവാസികൾ, ഈ പ്രദേശത്തുള്ളവരും ഭഗവാന്റെ ഭക്തന്മാരും ഭക്തകളും എല്ലാവരും തന്നെ അനുഗ്രഹീതരാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ ഭൂതനാഥായ, ഓം നമോ ഭഗവതേ ഭൂതനാഥായ, ഓം നമോ ഭഗവതേ ഭൂതനാഥായ. പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിൻ്റെ 2ാം ദിവസം ഇപ്പോൾ നമ്മയെല്ലാം പ്രഭാഷണത്തിലൂടെ അനുഗ്രഹിക്കുകയുണ്ടായിട്ടുള്ള അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥൻ അദ്ദേഹം സനാതനധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, നിത്യജീവിതത്തിൽ ഈ സനാതനധർമ്മം പ്രായോഗികമാക്കി തീർക്കുവാൻ അനുഷ്ഠിക്കേണ്ട സംവിധാനങ്ങളെല്ലാം സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിച്ച് നമ്മെ അനുഗ്രഹിച്ച അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥൻ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് നമ്മുടെ ആദരവ് അറിയിക്കുന്നു. അഡ്വക്കേറ്റ് എം.കെ. ജയപാലൻ അദ്ദേഹം, അഡ്വക്കേറ്റ് എം.കെ. ജയപാലൻ സാറിനെ വിജയപൂർവ്വം പൊന്നാട അണിയിക്കുവാൻ ക്ഷണിക്കുന്നു. പൊന്നാട ഈ ആദരവ് ഏറ്റുവാങ്ങുവാൻ ടി.ആർ. രാമനാഥൻ സാറിനെ ക്ഷണിക്കുകയാണ്. അതുപോലെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഉപഹാരം നൽകുന്നത് ഉപദേശക സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി അനിൽ പൊയ്യക്കാരൻ അദ്ദേഹമാണ്. അദ്ദേഹത്തെ വളരെ വിനയപൂർവ്വം നമ്മുടെ ആദരവ് ഉപഹാരം നൽകുവാൻ ക്ഷണിക്കുന്നു. ഒട്ടേറെ വേദികളിൽ ഭാരതത്തിലുടനീളം ഒട്ടനവധി വേദികളിൽ ഭാഗവതാദി സത്സംഗ വേദികളിൽ സ്വതസിദ്ധമായ തനതായ ശൈലിയിൽ പ്രഭാഷണത്തിലൂടെ അനുഗ്രഹിച്ചു പോരുന്ന മഹാത്മാവാണ് അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥൻ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.